ഹായ് പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുകയാണ്. ഞായറാഴ്ചയാണ്, ദിവസമാണ്. എന്തൊക്കെയാണ് സൺഡേ പരിപാടികൾ എന്ന് പറയണം. വാർത്തയിലേക്ക് വന്നാൽ അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുപകൽ പങ്കാല ദിവസമാണ്. 2:30-ക്കാണ് ഭക്തർ കാത്തിരിക്കുന്ന നൈവേദ്യം. നഗരത്തിൽ ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട്. പിന്നെ വാർത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ 3-ാം സീറ്റിൽ കൊണ്ടുപിടി ചർച്ച അല്പസമയം മുമ്പ് പൂർത്തിയായി. ഇനി ഒരു ഉപേക്ഷിച്ച ചർച്ചയുടെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ തൃപ്തികരമായ ചർച്ച, പക്ഷേ തീരുമാനം എന്ത് എന്ന കാര്യം മാത്രം പറയുന്നില്ല ലീഗ് നേതാക്കൾ. 3-ാം സീറ്റിൽ എന്തോ കോൺഗ്രസ് പിന്നെയും ബുദ്ധിമുട്ട് അറിയിച്ചു എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റ് ഒന്നുമില്ലാതെ ഒരു ചരക്ക് തീവണ്ടി 80 കിലോമീറ്റർ ഒരു പോക്കായിരുന്നു. അങ്ങനെ പറയാനുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്തം തലക്കെട്ടുകൾ അവയാണ്. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണെങ്കിലും വാർത്തയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. ഇവിടെ നമ്മുടെ വിനീത് നാരായണൻകുട്ടി, ഇർഷാദ് പുൽവട്ട, റിൻസി മാനുവൽ, ഗ്രേസി സെബാസ്റ്റ്യൻ, റാമി, കുഞ്ഞു മുഹമ്മദ്, ഫർസാന, കുമാർ, ലില്ലി ചോളിൽ, ജോസുൻ ജോസഫ് അടക്കം ലിസി സണ്ണിയും റാഷിദും വിമൽ കരുണാകരനും പ്രജിത്തും സണ്ണിയും സജീവൻ അടപ്പാളും ഗീതയും ധന്യയും യാസറും ജാസ്മിനൊക്കെ വെരി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വെരി 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 ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് എന്താണ്? 3-ാം സീറ്റിലെ ചർച്ച തൃപ്തികരമെന്ന് പറയുകയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ 3-ാം സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസ് ബുദ്ധിമുട്ട് അറിയിച്ചുവെന്ന് സൂചന. രാജ്യസഭാ സീറ്റ് നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. എന്നാൽ പാണക്കാട് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കാം എന്നാണ് ലീഗ് നിലപാട്. ആലുവയിലെ ചർച്ചകൾക്ക് ശേഷം പുറത്തെത്തിയ ലീഗ് നേതാക്കൾ ചർച്ച തൃപ്തികരം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു അന്തിമമായ മറുപടിക്ക് 2 ദിവസം കൂടി കാത്തിരിക്കും. തൃപ്തികരമാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ മാൻഡേറ്റ് ഇല്ല, ഇത് പ്രഖ്യാപിക്കാനുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് അല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണ്ടേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ കോൺഗ്രസിന് ഇതെല്ലാം അതിൻ്റെ മാൻഡേറ്റ് അന്തിമമായി സാധിക്കൽ ഈ ശബ്ദങ്ങളല്ലേ പറയുന്നത്. 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. വിവരങ്ങൾ വിനിത ബിജി. ആലുവ ചർച്ചയുടെ വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ഒക്കെ ഉണ്ട്. ആദ്യം വിനിതയ്ക്ക് പോകുന്നു. വിനിത, ഈ 3-ാം സീറ്റുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കൾ ഇക്കാലം അത്രയും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഒന്നും പൊതിഞ്ഞു പറഞ്ഞിരുന്നില്ല. എല്ലാം നേർക്കുനേർ അത്യാവശ്യം രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ഇ ടി മുഹമ്മദ് ബഷീർ 3-ാം സീറ്റ് എന്നത് ഞങ്ങൾ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ചർച്ചയിലേക്ക് കയറിയതാണ്. ആ ചർച്ചയ്ക്ക് കയറിയതിനു ശേഷം ചർച്ച തൃപ്തികരമാണ് എന്ന നേതാക്കൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് വിനീത? ഹാഷ്മി, ലീഗിന് 3-ാം സീറ്റ് ഉണ്ടായേക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നിലവിലുള്ള 2 സീറ്റിൽ ലീഗിന് തൃപ്തികരമായും അവർക്ക് അതിൽ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ 3-ാം സീറ്റ് നൽകുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഇത് നടന്ന ചർച്ചയിൽ കോൺഗ്രസിനെ നിർത്തി കോൺഗ്രസിന്റെ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ തുടക്കം മുതൽ ഈ രാജ്യസഭയിലെ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗികമായൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കാര്യം ഇന്നത്തെ ചർച്ചയിൽ ഒരു സ്ഥിരീകരണത്തോടുകൂടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്നവർ അറിയിച്ചു. എന്നാൽ ഇക്കാര്യങ്ങൾ തങ്ങളുമായി ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്നാണ് അവർ മറുപടി നൽകിയിരുന്നത്. ഈ യോഗത്തിന് ശേഷം, ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ലീഗ് നേതാക്കളുടെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ചർച്ച തൃപ്തികരമായിരുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി. 27-ന് ചേർന്ന യോഗത്തിന് ശേഷം എന്താണ് തുടർ തീരുമാനമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നും പറയുന്നുണ്ട്. തുടക്കത്തിൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ലീഗ് നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. കാരണം അണികൾക്കുൾപ്പെടെ 3-ാമതൊരു സീറ്റ് ലീഗിന് ലഭിക്കുക എന്നത് അണികൾ ഉൾപ്പെടെ വലിയ ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് അണികളും കണ്ടിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അണികളെയും മുൻനിർത്തിക്കൊണ്ട്, അവരെയും ഒരുമിച്ച് മുൻനിർത്തിക്കൊണ്ട് പോകേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3-ാം സീറ്റ് തങ്ങൾക്ക് അനുവദിക്കണമെന്നൊരു കാര്യം ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വിട്ടുവീഴ്ച എന്ന ഒരു സമവായവുമായി തന്നെയാണ് കോൺഗ്രസും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഈ ആലുവ പാലസിൽ തന്നെയാണ് ഉള്ളത്. അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എം ഹസൻ, ഒപ്പം രമേശ് ചെന്നിത്തല, കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ എല്ലാവരും ഉണ്ട്. അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചർച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. ചർച്ച തൃപ്തികരമായിരുന്നു എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്.
സോറി കേട്ടോ. ഇല്ലില്ല, ചർച്ച എങ്ങനെയാണ്? ചർച്ചയെ പറ്റി പ്രതിപക്ഷ നേതാവ് വിശദമായി പറയും. എല്ലാം തൃപ്തികരമാണെന്ന് വിശ്വസിക്കാം അല്ലേ? നമ്മള് ചിരി കണ്ട അറിഞ്ഞൂടെ? ഞങ്ങളൊക്കെ സന്തോഷത്തിലല്ലേ ചിരിക്കുന്നത്. സന്തോഷത്തോടെ ഇലക്ഷൻ നേരിടാൻ പോവുകയാണ്. പിന്നെ വളരെ ആത്മവിശ്വാസത്തോടെ. ഏതാണ്ട് എല്ലാ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. രാവിലെ വലിയൊരു വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയും. തികച്ചും സൗഹാർദ്ദപരമായിട്ട് തന്നെ. തീർച്ചയായും പ്രതികരണമാണ് നേതാക്കൾ നടത്തിയത്. രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ MM ഹസനും ഒക്കെ രാവിലെ ഈ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയതാണ്. തൃപ്തികരമായിരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്തു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ സന്തോഷത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, അത് തന്നെ അതിനൊരു സൂചനയല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി K സുധാകരനുണ്ട്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. അവരൊക്കെ പുറത്തു വന്നതിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം മൂന്നാമതൊരു സീറ്റ് അത് ലീഗിന് ഉണ്ടായേക്കില്ല. നിലവിലുള്ള രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ നേതൃത്വവുമായി രണ്ടുപേരും കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നേക്കും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ നേതാക്കളൊക്കെ പറയുന്നത് പോലെ നിലവിലുള്ള പ്രശ്നം അത് സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹാഷ്മി, ഞാൻ വനിതാ സമീർ ബിനുക്കിനെയും കൂടിയുണ്ട്. സമീർ, ലീഗ് വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന സൂചന എന്താണ് എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ഒരു ചർച്ച ഈ ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ലീഗ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. രാജ്യസഭാ സീറ്റ് തൽക്കാലം അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. മൂന്നാം സീറ്റ് എന്ന ഒറ്റ പോയിന്റ് അജണ്ട തന്നെയായിരുന്നു നേതാക്കൾക്കും പ്രവർത്തകരുടെയും വികാരം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതാക്കൾ പറഞ്ഞതുമാണ്. അത് കിട്ടില്ല എന്നുറപ്പിക്കുന്നുണ്ടോ ലീഗ്? സമീർ, ഹാഷ്മി, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രാജ്യസഭാ സീറ്റിലേക്ക് മുസ്ലിം ലീഗും എത്തുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് മുസ്ലിം ലീഗിന് ഔദ്യോഗികമായി തീരുമാനിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പാർട്ടി സംവിധാനം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പാണക്കാട് പാർട്ടി അധ്യക്ഷൻ വരേണ്ടതുണ്ട്. അങ്ങനെ പാർട്ടി അധ്യക്ഷനായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം നടത്തുക. പാണക്കാട് സാദിഖലി തങ്ങൾ വിദേശത്തായതിനാൽ അദ്ദേഹം തിരിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നുകൂടെ കൂടിയിരുന്നതിന് ശേഷം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് അതല്ലെങ്കിൽ രാജ്യസഭ എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. പിന്നീട് മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് കാരണം അണികളുടെ പ്രതിഷേധം എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീട് ഒരു സമവായം എന്ന നിലയിൽ രാജ്യസഭാ സീറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അത് അംഗീകരിക്കാം എന്നുള്ള വിലയിരുത്തലിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇന്നത്തെ ചർച്ചയിലേക്ക് നേതാക്കൾ എത്തുന്നത്. എന്നാൽ പലതവണ നേതാക്കൾ പരസ്യമായി രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു ചർച്ച ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ആലോചന ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നേതാക്കളുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു സമവായത്തിൽ മുസ്ലിം ലീഗ് തൃപ്തിപ്പെടും എന്നുള്ളതായിരുന്നു. അതായത് ഇന്നും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. അതായത് കോൺഗ്രസ് അവരുടെ നിസ്സഹായത വ്യക്തമാക്കി തങ്ങൾക്ക് സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നും കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ ലീഗ് നേതാക്കളെ ധരിപ്പിച്ചു. പിന്നീട് ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് നൽകുമെന്നുള്ള കാര്യം ഒരു ഫോർമുലയും മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇത് ലീഗ് നേതാക്കൾ അംഗീകരിച്ചു എന്നുള്ളതല്ല, പകരം ഇക്കാര്യത്തിൽ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അത് പാണക്കാട് സാദിഖലി തങ്ങൾ വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം 27-ന് ഒരു യോഗം ചേർന്നതിന് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അറിയിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിനെ അറിയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും തന്നെ ഇല്ല. നേതാക്കൾ ഒന്നടങ്കം ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ വലിയ അല്ലെങ്കിൽ തർക്കങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ തന്നെ ഒരു പരിഹാരം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെ ഏതാണ്ട് ഒരഭിപ്രായത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എന്തായാലും അത് അംഗീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, സമീർ ബിൻ കരീമും വിനിത വിജിയുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഹാപ്പിയാണ്, കോൺഗ്രസ് നേതാക്കൾ ഹാപ്പിയാണ്. അപ്പോൾ എന്താണ് ഇവരുടെ സന്തോഷത്തിന് കാരണമായ ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന കാര്യം 27-ാം തീയതി അറിയാമെന്നാണ് പറയുന്നത്. സാദിഖലി തങ്ങളില്ല. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ഒരു പ്രഖ്യാപനമുണ്ടാകും, ഒരു തീരുമാനമുണ്ടാകും. ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള അവകാശം മാൻഡേറ്റ് ഞങ്ങൾക്കില്ല എന്നാണ് നേരത്തെ MK മുനീർ പറഞ്ഞത്. അപ്പോൾ സാദിഖലി തങ്ങൾ പ്രഖ്യാപിക്കട്ടെ, കാത്തിരിക്കാം. മൂന്നാം സീറ്റ് ലീഗിനുണ്ടോ അതോ രാജ്യസഭാ സീറ്റിലേക്ക് അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണോ അതോ ഇതൊന്നുമില്ലാതെ എല്ലാ തവണയും കീഴ്വഴക്കമെന്ന മട്ടിൽ 2 സീറ്റ് ഒരാവശ്യം ഉന്നയിക്കുന്നു, അത് അംഗീകരിക്കപ്പെടുന്നില്ല, എന്നാൽ ഓക്കെ എന്നുള്ള രീതിയിൽ ലീഗ് പോവുകയാണോ എന്ന് 27-ാം തീയതി നമുക്കറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അടുത്ത് നേരെ പോകുന്നത് പൊങ്കാലയിലേക്കാണ്. പൊങ്കാല നിറവിൽ അനന്തപുരി. നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങളുടെ പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം നാളത്തെ കഴിഞ്ഞാൽ 27-ാം തീയതി അത് ഫൈനലാവും. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായിട്ടുള്ള നടപടിക്രമങ്ങൾ 27-ാം തീയതി ആരംഭിക്കും.
അതിൽ 3-ാം സീറ്റ് എന്നുള്ള വാദം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അതൊന്നും ഇപ്പൊ നമുക്ക് ഈ 27-ാം തീയതി കഴിയാതെ പറയാൻ പറ്റില്ലല്ലോ. ഈ രാജ്യസഭാ സീറ്റ് എന്നൊരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അല്ല, അത് അങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന അതിന്റെ റിസൾട്ട് വന്ന് പറയുമല്ലോ. 27-ാം തീയതി ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി. പിന്നെ ഇതിന് പാർട്ടി നേതൃത്വമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടിയല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് മുന്നണിയിലെ കക്ഷികൾ വെച്ച് തമ്മിൽ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസിന് അതിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ഷേഖ് നമ്മൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ രാത്രിയിലെ അദ്ദേഹം എത്തിച്ചേരുള്ളൂ. മറ്റന്നാളെ ചർച്ച നടക്കും. അപ്പൊ അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറയുന്നത്. ഞാൻ UDF ചെയർമാനായിട്ടല്ലേ പറയുന്നത്. UDF സംതൃപ്തമാണ്. വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചില വാർത്തകളൊക്കെ, എല്ലാവരും അല്ല, ചിലരൊക്കെ ഇട്ട പോലത്തെ ഒരു വാർത്തകളിലേക്കും ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ അതൊന്നും ഇനി കൊടുക്കണ്ട. ഇനി അതൊന്നും കൊടുക്കണ്ട. ഇനി അങ്ങനത്തെ വാർത്തകളൊന്നും കൊടുക്കണ്ട. അതൊന്നും നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കണ്ടല്ലോ, അതൊന്നും നടക്കില്ല. എല്ലാം പോസിറ്റീവാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ലീഗ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയല്ലേ, വളരെ പോസിറ്റീവാക്കി, വളരെ ഭംഗിയാക്കി. ഞങ്ങൾ എത്ര വർഷത്തെ ബന്ധമുള്ള രണ്ട് സഹോദര പാർട്ടികളാണ്, എത്രയോ വർഷത്തെ ബന്ധമുള്ള. ഞങ്ങൾ അധികം സമയമൊന്നും എടുത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വേറെ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത്. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയാണ്. ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് ലീഗ്. അതനുസരിച്ച് ഭംഗിയായിട്ട് ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ബോഡി ലാംഗ്വേജ് കൂടി നോക്കണമല്ല. അല്ലല്ല, അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരും ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയല്ലേ ഉഭയകക്ഷി ചർച്ച എന്നാണ് ഇതിന് പറയുന്നത്. അത് പണ്ടുപോലെ ഇങ്ങനെ നടക്കുവാണല്ലോ, ഇങ്ങനെ പുറകെ നടക്കുവാണല്ലോ, പണ്ടുപോലെ ഇങ്ങനെ നടക്കുവാണല്ലോ. സാദിഖ് അലി തങ്ങൾ പറഞ്ഞല്ലോ, UDF-ൽ തുടരാൻ 1000 കാരണങ്ങളുണ്ട്, LDF-ൽ പോകാൻ ഒരു കാരണമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയും പുറകെ നടക്കുമല്ലേ. അത് കുഴപ്പമില്ല, അത് നടക്കട്ടെ. എന്റെ ഇന്ന് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നെ ഇയാൾക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാവുന്നതല്ലേ. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കി, എല്ലാ ചർച്ചയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ധാരണ പൂർത്തിയാവുക. പിന്നെ അല്ല, ഞങ്ങൾക്കും അവർക്കും അവരുടെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അത് 27-ാം തീയതി പറയും. ഇല്ല, ചർച്ച ഓൾമോസ്റ്റ് പൂർത്തിയായി. പ്രതിപക്ഷ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം ഹാപ്പിയാണ്, എല്ലാം പോസിറ്റീവാണ്. എന്നാൽ ഒന്നും വിട്ടു പറയുന്നില്ല പ്രതിപക്ഷ നേതാവ്. ലീഗ് തീരുമാനം മറ്റന്നാൾ അറിയിക്കും. പക്ഷേ 3-ാം സീറ്റില്ല എന്ന് മുസ്ലിം ലീഗിന് 3-ാം സീറ്റില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ളതാണ് അതിന് പറയുന്ന സമവായ നിർദ്ദേശം. രാജ്യസഭാ സീറ്റ് നേരത്തെ ലീഗിൻ്റെ സീറ്റായിരുന്നു, ആന്റണിക്ക് വേണ്ടി മാറിക്കൊടുത്ത സീറ്റാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിലൊക്കെ ലീഗ് സിമ്പതൈസേഴ്സ് പറയുന്നുണ്ട്. എന്തായാലും ആ രാജ്യസഭാ സീറ്റ് തിരികെ നൽകാമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 27-ാം തീയതി ഇരു പാർട്ടികളുടെയും നേതൃത്വമൊക്കെ ആലോചിച്ചിട്ട് ഫൈനൽ തീരുമാനം പ്രഖ്യാപിക്കും സാദിഖ് അലി തങ്ങൾ എന്നാണ് അറിയാനും കഴിയുന്നത്. എന്നാൽ എല്ലാം പോസിറ്റീവാണ്, നെഗറ്റീവായി ഒന്നുമേ ഇല്ല എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം എടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടെങ്കിലും രാജ്യസഭാ സീറ്റ് എന്നുള്ള നിർദ്ദേശത്തിൽ 3-ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ലീഗ് എന്ന് വേണം മനസ്സിലാക്കാൻ. ലീഗ് തീരുമാനം മറ്റന്നാൾ അറിയിക്കും. എന്തായാലും UDF-ൽ അടുത്ത കാലത്തുണ്ടായിരുന്ന വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ CPM അതിൻ്റെ സ്ഥാനാർത്ഥികളെയൊക്കെ LDF അതിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ 3-ാം സീറ്റ് അടക്കം വലിയ പ്രതിസന്ധിയായി UDF-ൽ നിന്നിരുന്നു. അതിന് പ്രശ്നപരിഹാരമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു അനുനയം ഉണ്ടായിട്ട് എന്തായാലും അനുനയം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് തീരുമാനം എന്നുള്ളതേ അറിയാനുള്ളൂ. എന്തായാലും ആ പ്രശ്നത്തിന് തൽക്കാലം പരിഹാരമുണ്ടാകുന്നു UDF-ൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത് 3-ാം സീറ്റാണെങ്കിലും രാജ്യസഭാ സീറ്റാണെങ്കിലും എന്തായാലും ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 27-ാം തീയതിയാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഭക്തി നിർവൃതിയിൽ യാഗശാല അനന്തപുരി വ്രതം നോറ്റെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. രാവിലെ 10:30 പണ്ടാരടുപ്പിൽ തീ പടർന്നതോടെ
പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് 2:30-ക്കാണ് പൊങ്കാല നിവേദ്യം. കാത്തിരിപ്പിന്റെയും വ്രതനിഷ്ഠയുടെയും സാഫല്യമായാണ് പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാലയർപ്പിച്ചത്. ഭക്തി ജ്വലിച്ചു നിന്ന പകലിൽ വേനൽ ചൂടിനെ വകവയ്ക്കാതെ തീർത്ഥാടകർ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തി. ശ്രീകോവിലിൽ നിന്ന് തന്ത്രി ഗോശാല വിഷ്ണു വാസുദേവൻ ഭട്ടതിരിപ്പാട തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു നൽകി. പിന്നാലെ മേൽശാന്തിയും സഹമേൽശാന്തിമാരും ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി തെളിയിച്ചു. പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെ നാടെങ്ങുമുള്ള ഭക്തലക്ഷങ്ങൾ പൊങ്കാലയടുപ്പിൽ അഗ്നി തെളിയിച്ചു. കാത്തിരുന്ന പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചതിന്റെ സംതൃപ്തിയിൽ തീർത്ഥാടകർ. ഞാൻ എത്തിയിട്ടുണ്ട്. കുറെ പേരുണ്ടോ നിങ്ങൾ? സ്ത്രീകളുടെ കൂട്ടമാണ് അല്ലേ? എല്ലാരും നമ്മളെ പോലെ അല്ലേ? എല്ലാ ദിവസവും വരുമോ? അല്ലാതെ എന്നും വരും. ഇന്ന് 9ാമത്തെ ദിവസം അടുപ്പിച്ച് വന്നു. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 10 കിലോമീറ്ററോളം പരിധിയിൽ ഭക്തർ പൊങ്കാലയർപ്പിച്ചു. ഇനി നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. 2:30-യോടെ ഭക്തർ മടങ്ങും. അടുത്ത പുണ്യദിനത്തിനായുള്ള പ്രതീക്ഷയിൽ. തിരുവനന്തപുരം. പൊങ്കാല നിവേദ്യം അർപ്പിക്കുക. ഉച്ചയ്ക്ക് 2:30-ക്കാണ് അതിനുള്ള കാത്തിരിപ്പിലാണ്. ആയിരങ്ങളുടെ പ്രാർത്ഥനയാണ് പൊങ്കാല നിവേദ്യത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. പണ്ടാര അടുപ്പിന് സമീപത്തു നിന്ന് പൊങ്കാല നിവേദിക്കാനുള്ള ക്ഷേത്ര ഒരുക്കങ്ങളുമായി സ്മിത ഹരിദാസ് ആദ്യം ചേരുന്നു. പ്രവിതാലക്ഷ്മിയുണ്ട്, ഗോപിക അടക്കം, ശ്രീനിധി അടക്കം എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരെല്ലാം അവിടെയുണ്ട്. ആദ്യം ഞാൻ സ്മിതയിലേക്ക് പോകുന്നു. സ്മിത, ഇനിയിപ്പോൾ 2:30-ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അത് വെറുമൊരു കാത്തിരിപ്പല്ല, ഒരു എന്താണ്, ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയുള്ള, ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് എങ്ങനെ നീളുന്നു? കുമ്പച്ചൂട് എങ്ങനെയാണ്? തിരക്കെങ്ങനെയാണ്? ഹാഷ്മി, കാത്തിരിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അവർ ആ നിവേദ്യത്തിന്റെ സമയം അങ്ങനെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. ദേവിയെ കണ്ട് ദർശനം നടത്താനുള്ള തിരക്കാണ് ഈ കാണുന്നത്. കുറേ മണിക്കൂറുകളായി ഇത് തുടങ്ങിയിട്ട്. ഒരല്പസമയം മാത്രം ആ ഭണ്ഡാരയടുപ്പിൽ തീ പകരുന്ന ആ ഒരു സമയം മാത്രമാണ് ആ ദർശനം കുറച്ച് സമയം നിർത്തിവെച്ചിരുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും അവരവരുടെ പൊങ്കാല കലങ്ങളിൽ നേദ്യമാക്കി വെച്ച് കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനത്തിന് എത്തുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭണ്ഡാരയടുപ്പിൻ്റെ അവിടെ ഇപ്പോൾ ആരുമില്ല. ഈ ക്ഷേത്ര ദർശനത്തിന് പോകാനുള്ള ആളുകളുടെ ഒരു തിരക്കാണ് കാണുന്നത്. അവിടെ തോറ്റമ്പാട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 മണി കഴിഞ്ഞ് 2:30-യോടുകൂടിയാണ് നിവേദ്യം. അതിന് തീർത്ഥം തളിക്കും. ഒരു 350-ഓളം ശാന്തിമാർ അതിനു വേണ്ടിയുണ്ട്. അവർ പോയി ഈ ഗ്രൗണ്ടിലും എല്ലായിടത്തും പൊങ്കാല ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തീർത്ഥം തളിക്കുന്നതോടെയാണ് ആ നിവേദ്യം പൂർത്തിയാവുക. പക്ഷേ ആ ഒരു സമയം ഇവരെല്ലാവരും തന്നെ ദേവിയെ കണ്ട് ദർശനം നടത്താനായി വന്നിട്ടുള്ള ആ ഒരു തിരക്കിന് ഒരു കുറവും വന്നിട്ടില്ല ഹാഷ്മി. അതിനിടയിൽ ഒരു കാര്യം പ്രത്യേകം പറയണം. കുറേ പേര് ചേച്ചിമാർ, പാലക്കാട് നിന്ന് വന്നവർ, കൊല്ലത്ത് നിന്ന് വന്നവർ, അങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ഹാഷ്മിയെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹാഷ്മിയോട് അവരുടെ സ്നേഹം അറിയിക്കണമെന്ന് പറയുന്നു. ചിലരൊക്കെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. അതെ ഹാഷ്മിയോട് വലിയ സ്നേഹമാണ്. SKനെ ചോദിക്കുന്നത് പോലെ തന്നെ ഹാഷ്മിയും ചോദിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ എനിക്കൊരു ചെറിയ അസൂയൊക്കെ വരാറുണ്ട് ഹാഷ്മിയോട് എന്തിനാണ് ഇത്രയ്ക്ക് സ്നേഹം എന്ന്. പക്ഷെ എന്നാലും സന്തോഷമാണ്. നമ്മൾ 24-നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഹാഷ്മി. ആളുകൾക്കൊക്കെ തന്നെ എല്ലാവരും 24 കാണുന്നവരാണ് കൂടുതലും. അവർ നമ്മളോട് ആ സ്നേഹം അറിയിക്കുന്നുണ്ട്. ഒപ്പം വിശേഷങ്ങളിലേക്ക് ഞാൻ തിരികെ കടക്കുകയാണ്. ഇപ്പോൾ നിവേദ്യത്തിനുള്ള സമയം കുറച്ച് 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ ഇനി നിവേദ്യത്തിനുള്ള സമയം. അപ്പോൾ ആ സമയം വരെ അവർ യഥാർത്ഥത്തിൽ കാത്തിരിക്കുകയല്ല. അവരും ഇന്നലെ മിനിങ്ങാന്ന് ഒക്കെ വന്നവരുണ്ട്. അവരൊക്കെ തന്നെ വളരെ ക്ഷീണിതരാണ്. വലിയ ചൂടാണ്. പക്ഷെ അതൊന്നും അവർ കാര്യമാക്കുന്നില്ല. അവർ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള ഓട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുമിച്ചാണ് വരുന്നത്. ഗ്രൂപ്പായിട്ട് വരുന്നവരുണ്ട്, ഒറ്റയ്ക്ക് വന്നവർ. ഇപ്പോൾ ഒരു അമ്മയെ കണ്ടു, തമിഴ്നാട്ടിൽ നിന്ന് വർഷങ്ങളായിട്ട്. തമിഴ്നാട്ടുകാരിയാണ് അമ്മ, മലയാളിയല്ല. പക്ഷെ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും ആറ്റുകാൽ അമ്മയെക്കുറിച്ചും കേട്ടറിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട് ഇത്തവണ തനിയെ വന്ന ഒരു അമ്മയെ കണ്ടു. വിദേശത്ത് നിന്നെത്തിയ ഒരു വനിതയെ കണ്ടു. അവരാണെങ്കിൽ ആ ഒരു കൗതുകം ഒരുപാട് കേട്ട് അങ്ങനെ വന്നവരാണ്. അങ്ങനെ ഈ ജനപ്രവാഹം തന്നെ, ഈ വിശ്വാസികളുടെ തീർത്ഥാടകരുടെ ഈ പ്രവാഹം തന്നെ എല്ലാത്തിനും സാക്ഷിയാണ്.
ഒരു മഹാപ്രവാഹം ആറ്റുകാലിലേക്ക് ഒഴുകുകയായിരുന്നു ഇന്നലെ മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുതൽ. ആ മഹാപ്രവാഹം ഇനി നിവേദ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനുശേഷം ആ മഹാപ്രവാഹം എവിടെ നിന്നൊക്കെ വന്നു അങ്ങോട്ടേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന എല്ലാ വർഷത്തെയും തിരുവനന്തപുരത്തെ കാഴ്ചയാണ്. തിരുവനന്തപുരത്തിൻ്റെ വലിയ ആഘോഷമാണ്. ലില്ലിച്ചോളിയിൽ പറയുന്നു, എല്ലാ ഭക്തർക്കും പൊങ്കാല ആശംസകൾ. പ്രാർത്ഥനയും പൊങ്കാലയും ഭക്തർക്ക് ആത്മാവിനും മനസ്സിനും ശരീരത്തിനും നൽകുന്ന ആത്മനിർവൃതി വാക്കുകൾക്ക് അതീതമായിരിക്കും എന്നും പറയുകയാണ്. നേരത്തെ സ്മിത എന്നെ കുറേ ചേച്ചിമാർ തിരക്കിയാരും പറഞ്ഞു. താങ്ക് യു ചേച്ചിമാരെ എന്ന് പറഞ്ഞാൽ എന്നെയും SKNനെയും അല്ലെങ്കിൽ സ്മിതയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടം മാത്രമല്ല, 24-നോടുള്ള ഇഷ്ടമാണ്. 24-നെ ജനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ സ്നേഹപ്രകടനം കൂടിയാണത്. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 20 സെക്കൻഡാണ്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, ഹാഷ്മി വിദേശ വനിതകളോട് പൊങ്കാലയെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറയൂ എന്ന് പറഞ്ഞു. വിദേശ വനിതകൾ അവിടെ ഉണ്ടോ എന്നറിയില്ല, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾ അവിടെയുണ്ട്. പ്രവിതാലക്ഷ്മി, ഗോപിക, ശ്രീനിധ ഒക്കെ അവിടെ തുടരുന്നുണ്ട്. പ്രവിതാലക്ഷ്മി ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. പ്രവിത, നല്ല ഗംഭീരമായ ചൂടായിരുന്നു. ചൂടിനെ തണുപ്പിക്കാൻ വെള്ളം സംഭാര വിതരണമൊക്കെ എല്ലാവരും നടത്തുന്നതാണ്. എങ്കിലും ഭക്തർ ക്ഷീണിച്ചോ? എന്തായാലും ഈ നിവേദ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലെ ക്ഷീണമൊന്നുമല്ല എങ്കിലും. ഹാഷ്മി, നല്ല ചൂടായിരുന്നു. ചൂടിനൊപ്പം പൊങ്കാലയുടെ ആ തീ പകരുമ്പോൾ ആ തീ കത്തുന്ന ആ ഒരു പുക, അതെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നിൽക്കാൻ. പക്ഷേ ഭക്തരെ സംബന്ധിച്ചതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് അത്ര വിശ്വാസമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ. ആറ്റുകാൽ ദേവി അത്ര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇവിടുന്ന് പോകുന്ന ആളുകൾ അടുത്ത വർഷവും അടുത്ത നേർച്ചയുമായിട്ടാണ് എത്തുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആഗ്രഹ സാബല്യമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും വരാൻ തോന്നുമെന്നാണ് ഇവിടുത്തെ ഭക്തർ പറയുന്നത്. അങ്ങനെ വന്നൊരു ചേച്ചി പൊങ്കാല ഇട്ടോ? ഇട്ട്. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ ഓച്ചിറ. ഇനിയിപ്പോ നൈവേദ്യം സമർപ്പിക്കാനുള്ള സമയമല്ലേ, അപ്പൊ എവിടെ പോയതാ? ഞങ്ങളിവിടെ നിന്ന് ചുറ്റാനായിട്ട് ഇറങ്ങിയത്, അമ്പലത്തിൽ നിന്ന് തൊഴുത് ചുറ്റാനായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ മെനിഞ്ഞാന്നേ വന്നേ. കണ്ടോ, അങ്ങനെ മിനിഞ്ഞാന്ന് വന്നതാണെന്നാണ് ആ ചേച്ചി പറയുന്നത്. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ്. ഇവിടെ ഈ തിരക്കാണ്. ഇങ്ങനെ പൊങ്കാല എല്ലാം ദേവിക്കായിട്ടുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം അമ്പലത്തിൽ തൊഴാൻ വരുന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനമുണ്ട്, അത് സ്വീകരിക്കാൻ എത്തുന്നവരുണ്ട്. അങ്ങനെ ഇവിടെ ബഹളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവ അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണല്ലോ. അങ്ങനെ അതിനിടയിൽ ഈ തിരക്കിനിടയിൽ ചില ആളുകളെയൊക്കെ കാണാതെ പോകുന്നുണ്ട്. അവരെ ഇന്ന ഇടത്തുണ്ട്, അവർ പോലീസിൻ്റെ അടുത്തുണ്ട്, ഇന്നിടത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ തരത്തിൽ വലിയ ജനത്തിരക്കാണ്. പറഞ്ഞാലും മതിയാവില്ല, അത്രത്തോളം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നൈവേദ്യത്തിന് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഒഴുക്ക് നേരെ നഗരത്തിലേക്കായിരിക്കും. അവരവരുടെ വീടുകളിലേക്കുള്ള ആ ഒരു ഒഴുക്കിലേക്കായിരിക്കും ആളുകൾ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അല്പസമയം മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പം നൈവേദ്യം സമർപ്പിക്കും. അതിനുശേഷം അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പിലായിരിക്കും ഈ ഭക്തരെല്ലാവരും. ഹാഷ്മി, ഓക്കെ. പ്രവിതാലക്ഷ്മിയാണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് തിരക്കിൻ്റെ എവിടെ തിരിഞ്ഞ് നോക്കിയാൽ അവിടെയൊക്കെ തിരക്കാണ്. എന്ന് പറഞ്ഞാൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത അത്ര തിരക്കാണ്. ഇത് എനിക്ക് തോന്നുന്നു പൊങ്കാലയിൽ ഇക്കുറി ഏറ്റവും അധികം ആളെത്തിയ ഒരു പൊങ്കാല എന്നൊരു കണക്കൊക്കെ വരും മണിക്കൂറുകളിൽ വരാനുണ്ട്. അതെല്ലാ വർഷവും അങ്ങനെയാണ്, കൂടി വരും. ഒരുപക്ഷെ കോവിഡിൻ്റെ ഒരു വർഷമില്ലായിരുന്നു, അതിനുശേഷം വന്ന ഒരു വർഷം എന്തോ തിരക്ക് കുറഞ്ഞു എന്നല്ലാതെ എല്ലാ കാലവും പൊങ്കാലയുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ദിനേശ് ഹരിപ്പാട് പറയുകയാണ്, അശ്വിൻ്റെ അമ്മായിമാരായ കലാകുമാരി, ചന്ദ്രിക, പത്മം, പെങ്ങൾ രഞ്ജു പ്രസാദ് എന്നിവർ പൊങ്കാല ഇടാൻ പോയിട്ട് ഒരു വിവരവും ഇല്ല. രാത്രി മുക്കോലെത്തിയിരുന്നു. പക്ഷേ അവരവിടെ പോകാനാന്നേ. ഒന്ന് ഫോൺ വിളിച്ചു നോക്കുക, ആരുടെയും ഫോൺ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്ന് വിളിച്ചു നോക്ക്. ആ തിരക്കിലൊക്കെ അവർ വിളിക്കാതിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ. ശ്രീനിധയാണ് ചേരുന്നത്. ഇവിടെ നിന്നാണ് കിഴക്കേക്കോട്ടയിൽ നിന്നും. ശ്രീനിധ, ഒരുപക്ഷെ മടക്കയാത്രയുടെ സമയമാകുന്നുണ്ട് നിവേദ്യം കഴിയുമ്പോഴേക്കും. മടക്കയാത്രയും തിരക്കൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ കോർപ്പറേഷൻ ഒരു മാജിക്കാണ്. എങ്ങനെയാണെന്നറിയോ? വിത്തിൻ നോ ടൈം ഈ പറയുന്ന സ്ഥലമൊക്കെ വളരെ ഭംഗിയാക്കി പഴയതിലേക്ക് മടക്കുന്ന ഒരു മാജിക് കോർപ്പറേഷനോടെ കാണാൻ ചേച്ചിമാർ ഇറങ്ങാൻ പോകുന്നു. അത് കഴിഞ്ഞ് രാത്രി ഒരു മഴ മാൻഡേറ്ററിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി ഒരു മഴ പെയ്യൽ തിരുവനന്തപുരത്തുള്ളതാണ്. എന്താണ് അവസ്ഥ ശ്രീനിധ? ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ഹരിത പൊങ്കാലയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭക്തർ വലിയ രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പൊങ്കാലയുടെ ബാക്കി ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം പെട്ടെന്ന് തന്നെ നഗരം വൃത്തിയാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കോർപ്പറേഷനും മറ്റധികൃതരും എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാനുള്ളത് പഴവങ്ങാടി ക്ഷേത്ര പരിസരത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലാവരും പൊങ്കാല ഇട്ട് കാത്തിരിക്കുകയാണ്. ഇനി അവർ ഇട്ട പൊങ്കാല അമ്മയ്ക്ക്, ആറ്റുകാലമ്മയ്ക്ക് നൈവേദ്യമായി സമർപ്പിക്കാനുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇനിയുള്ള കാത്തിരിപ്പ്. എല്ലാവരും ചൂടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് കുറച്ച് ക്ഷീണം വന്നെങ്കിലും ഇവർക്കൊന്നും ഒരു ക്ഷീണവും ഇല്ല കേട്ടോ. നല്ല ചൂടാണ്.
രാവിലെ ഒരു ചെറിയ മഴ വന്നപ്പോൾ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നല്ല ചൂടാണ്. ദാ സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവർക്കതൊക്കെ കൂടുതൽ ആവേശം പകരുകയാണെന്ന് തോന്നുന്നു. അവർ കൂടുതൽ ആവേശത്തോടെ അമ്മയെ ശരണം വിളിച്ച് ഇതാ പൊങ്കാലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് വിശേഷം ചോദിച്ചു നോക്കാം. ചേച്ചി, നാമം ചൊല്ലാണല്ലേ? ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ. ഞാനും തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ കൊടകര. എങ്ങനെയാ വന്നേ ഇങ്ങോട്ട്? എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലം കൊല്ലാണ്. അമ്മയുടെ കൂടെ. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് നാമം ചൊല്ലാണല്ലേ? പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? നല്ല സമാധാനം. 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക്. ആദ്യമായിട്ട് പക്ഷെ വരാൻ പറ്റണം. ഹാപ്പിനെസ് അറ്റ് ദ പീക്ക്. ഹാപ്പിനെസ് അറ്റ് ദ പീക്ക്. അത് ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നവരും ഒരുപാട് വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നവരും ഒരേ അനുഭൂതിയോടെയാണ് ആറ്റുകാല അമ്മയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇനി നൈവേദ്യത്തിനുള്ള സമയമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഹാഷ്മി. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ 2:30 വരെയുള്ള ഒരേ മനസ്സോടുള്ള കാത്തിരിപ്പാണെന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അറ്റ് പീക്ക് എന്ന് പറയുന്നത് പൊങ്കാല ഇട്ട ഭക്ത എന്താണ് അവർക്ക് മാത്രമേ വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ കഴിയുന്ന ഒന്നല്ല. അതൊരു വല്ലാത്ത ആത്മനിർവൃതി അവർ അനുഭവിക്കുന്നുണ്ട്. അവിടെ പൊങ്കാലയ്ക്ക് വരുന്ന ഓരോ അമ്മമാരും ഓരോ ചേച്ചിമാരും ആ നിർവൃതി ഉറപ്പായും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ആ നിർവൃതിയുടെ സമയമാണിപ്പോൾ. 2:30-ക്കാണ് നൈവേദ്യം. എന്തായാലും ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയിടാനെത്തിയ സെലിബ്രിറ്റികളായിരുന്നു ക്യാമറ കണ്ണുകൾ. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ സുരേഷ് ഗോപിയും കുടുംബവും ശാസ്തമംഗലത്തെ വീട്ടിൽ പൊങ്കാലയിട്ടു. ക്ഷേത്രത്തിനടുത്താണ് നടിമാരായ ചിപ്പിയും ജലജയും പൊങ്കാല അർപ്പിച്ചത്. ക്ഷേത്രനടയുടെ സമീപത്തുള്ള ഗൗരീനന്ദന പരിസരത്തായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളുടെ നീണ്ട നിര. ചിപ്പിയും ജലജയും കൃഷ്ണപ്രഭയുമെല്ലാം ഭക്തിയോടെ പൊങ്കാല അർപ്പിച്ചു. ആറ്റുകാലമ്മയോടുള്ള വിശ്വാസമാണ് ഓരോ വർഷവും ക്ഷേത്രനടയിലേക്ക് എത്തിക്കുന്നതെന്ന് സിനിമാ താരം ചിപ്പി. ഞാൻ ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പൊങ്കാലയുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ക്ഷേത്രത്തിൻ്റെ ഇത്രയും അടുത്തിടാനൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്നിടുന്ന പോലെ അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇക്കുറിയും പൊങ്കാലയിടാൻ സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ജലജ. പ്രത്യേക നൈവേദ്യമല്ല, എല്ലാ പ്രാവശ്യം അമ്മയ്ക്ക് വന്ന് പായസം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെയാണ്. വന്നിടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. പാൽക്കുളങ്ങരയിലെ വീട്ടിലായിരുന്നു വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ എസ് അയ്യരുടെ പൊങ്കാല. കാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി ലക്ഷ്മി ഗൗരി ഭുവനേശ്വരി. സ്ത്രീകളുടെ ശക്തി പകരുന്ന ആചാരമെന്ന് സുരേഷ് ഗോപി. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. 1990 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണ് പൊങ്കാല വരുന്ന ആ വർഷത്തെ. അന്ന് മുതൽ പൊങ്കാല മുത്തശ്ശിയുടെ സാന്നിധ്യത്തിലിട്ടിരുന്നു. എൻ്റെ അമ്മയും കുടുംബവും ഞങ്ങളുടെ കുടുംബക്കാരിലെ സ്ത്രീപക്ഷങ്ങളെല്ലാം വന്ന് ഈ ആചാരം തുടങ്ങി വെച്ചു. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്യുന്ന ആറ്റുകാലമ്മ സീരിയൽ ഫെയിം സംസ്കൃതി ഉൾപ്പെടെ ആദ്യമായി പൊങ്കാലർപ്പിക്കാനെത്തിയ പ്രമുഖരും നിരവധി. രാജ്ഭവന് മുമ്പിൽ പൊങ്കാലർപ്പിച്ച ഭക്തജനങ്ങൾക്ക് ഗവർണറുടെ ഭാര്യ രേഷ്മ ആരിഫ് സംഭാര വിതരണം ചെയ്തു. 24 തിരുവനന്തപുരം. വിനീത് നാരായണൻകുട്ടി ചോദിക്കുകയാണ്, ആഷ്മി നമ്മുടെ ആറ്റുകാൽ റിപ്പോർട്ടർമാർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം, ഉള്ള സമയം നോക്കി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2:30 ആകുമ്പോഴത്തേക്ക് നല്ല പൊങ്കാല പായസവും മണ്ടപ്പറ്റൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ കിട്ടും. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാണ് ചോദിക്കാൻ കേട്ടോ നമുക്ക്. ഇവിടെ സക്കീർ ഹുസൈൻ പറഞ്ഞു, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരുപാട് പേർ അങ്ങനെ ആശംസകൾ പറയുന്നു. നമ്മുടെ റിപ്പോർട്ടർമാരും ഭയങ്കര സന്തോഷത്തിലാണ് ആറ്റുകാലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. രാജേന്ദ്രൻ വാസ്തവം പറയുന്നുണ്ട്. ഗോപിക കൂടി ചേർന്നിട്ട് ഗോപിക തമ്പാനൂർ നിൽക്കാമെന്ന് മനസ്സിലാക്കുന്നു. ഗോപിക, ഒന്നാമത് ഭക്ഷണം കഴിച്ചോ എന്ന് പ്രേക്ഷകൻ ചോദിക്കുന്നു. ഭക്ഷണം കഴിച്ചോ? രണ്ടാമത്, തമ്പാനൂർ ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ നല്ല തിരക്കിൻ്റെ സമയമാണ്. ഹാഷ്മി, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഈ ഒരു പൊങ്കാലയുടെ ഒരു തിരക്കിലായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ്. ഇവിടെ KSRTC ഉണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെയൊക്കെ വലിയ തരത്തിലുള്ള തിരക്കായിരിക്കും. ഇനി 1 മണിക്കൂർ ഇല്ല, ഈ നിവേദിക്കാൻ ഇനി 1 മണിക്കൂറില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ പിന്നെ അവരവരുടെ പൊങ്കാലകളും ഒക്കെ ആയി റെയിൽവേ സ്റ്റേഷനകത്ത് ഭയങ്കര വലിയ തിരക്കാണ് ഹാഷ്മി. നമുക്ക് ഏതായാലും ആ ഒരു തിരക്ക് നോക്കാം. കണ്ടോ, ഇവരെല്ലാം
ഈ പൊങ്കാലയുമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ 2:30-ക്ക് ഇനി 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ പോലും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിവേദിച്ചതിന് ശേഷം അതാത് സ്ഥലങ്ങളിൽ പോകാനുള്ള ഒരു വലിയ തിരക്കാണ്. എനിക്ക് പോലും അകത്തേക്ക് കടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തിരക്കുണ്ട് ഹാഷ്മി ഇവിടെ. ഇനി ഒരു 2:30 കഴിഞ്ഞു കഴിഞ്ഞാൽ സൂചി കുത്താൻ ഇടയുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലുള്ള ഭക്തരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേ കണ്ടോ, താഴെയൊക്കെ അമ്മമാർ, ഭയങ്കര ചൂടാണ്. ഈ കുംഭച്ചൂടിനെ മറികടക്കാൻ വേണ്ടി ഇവിടെ താഴെയൊക്കെ അമ്മമാരിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അകത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. ഒരു വിധത്തിൽ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അമ്മമാരൊക്കെ വിശ്രമിക്കുകയാണ്. പൊങ്കാല കഴിഞ്ഞിട്ട് പോകാനുള്ള തിരക്കിലാണോ? ആണാണ്. ഏതായാലും ഇവിടെയൊക്കെ നോക്കാം, അവരൊക്കെ പോകാനുള്ള ഒരു വലിയ തിരക്കൊക്കെ ഉണ്ട്. കണ്ടോ, എല്ലാവരും ഈ പൊങ്കാല നിവേദിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. നമുക്ക് ഇവിടെ കുറച്ച് അമ്മമാരുണ്ട്, നമുക്ക് ചോദിക്കാം. അമ്മേ, പൊങ്കാല നിവേദിക്കാനുള്ള കാത്തിരിപ്പ്? അതെ, കാത്തിരിപ്പില്ല. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണോ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ വന്നിരിക്കുന്നത്? എവിടുന്നാണ് വരുന്നത്? കൊല്ലം വൈരാപ്പള്ളി. തന്നെയാണ് ഹാഷ്മി. ഈ റെയിൽവേ സ്റ്റേഷൻ അകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരവരിട്ട പൊങ്കാലയും ഒക്കെ ആയി അവർ ആ നൈവേദ്യത്തിന്റെ സമയം അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കിട്ടുന്ന ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് ദൂരദേശങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു വലിയ നീണ്ട നിരയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേക ട്രെയിൻ സർവീസുകളുണ്ട്, ഒപ്പം തന്നെ പ്രത്യേക ബസ് സർവീസുകളുണ്ട്. അങ്ങനെ കണ്ടോ, കുട്ടികളടക്കമുള്ളവരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. പോവാനുള്ള ഒരു തിരക്കിലാണോ ചേച്ചി? പോകാനുള്ള ഒരു തിരക്കിലാണ്. മോളുണ്ട്. എവിടുന്നാണ് വരുന്നത്? മോളെ പേരറിയാം? പേര് പറയാമോ മോളെ? എങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാല? അടിപൊളിയായിരുന്നു. മോളുടെ ചിരി കണ്ടാ അറിയാം, മോക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇവരൊക്കെ ആ പൊങ്കാല നിവേദിച്ചതിന് ശേഷം തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ആ ഒരു വലിയ കാത്തിരിപ്പ്, ആ ഒരു വലിയ സന്തോഷമൊക്കെ തന്നെ ഇവരുടെ മുഖങ്ങളിൽ കാണാം ഹാഷ്മി. ഗോപികയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ 2:30യോടുകൂടി നൈവേദ്യം, അത് കഴിഞ്ഞാൽ പിന്നെ മടക്കയാത്രയാണ്. ഓരോരോ സ്ഥലങ്ങളും ദൂര ദേശങ്ങളിൽ നിന്ന് വന്ന അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്, അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മടങ്ങാനുള്ള തിരക്കിലാകും. അത് കഴിഞ്ഞാൽ ഒരു 2-2.5-3 മണിക്കൂർ കൊണ്ട് ആ തിരക്ക് കഴിയുന്നു. അതിനുശേഷം പിന്നെ കോർപ്പറേഷനിലെ ചേച്ചിമാർ ഇറങ്ങലാണ്. ചേച്ചിമാർ ഇറങ്ങിയ എന്താണ് അവിടെ ഇഷ്ടിക ഒക്കെ മാറ്റി വളരെ ഭംഗിയായി ഒരു പരമാവധി ഒരു 1-1.5-2 മണിക്കൂർ കൊണ്ട് നഗരം എങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതേപോലെ ആവുന്നു. അതിനുശേഷം രാത്രി ഒരു മഴ, അത് പൊങ്കാലയ്ക്ക് എല്ലാ ദിവസവും രാത്രിയുള്ള മഴ മസ്റ്റാണ്. അതായത് ഇവിടെ ഹരികൃഷ്ണൻ പറയുകയാണ്, അനന്തപുരിയിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയ എല്ലാ ഭക്തർക്കും എല്ലാ സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അനന്തപുരിയിലെ നല്ലവരായ നാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ ആഷ്മി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തിരുവനന്തപുരംകാർ അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നവർ അതിഥികളായി കണ്ട് സ്വീകരിക്കുന്ന പതിവ് അവരുടെ ശീലമാണ്. ഷിബിൻ ബഷീർ പറയുന്നു, ആഷ്മിയാണോ നമ്മുടെ ക്യാമറയിലെ റിച്ചുമോൻ ജോസഫിൻ്റെ ബർത്ത്ഡേ ആണ് ഒരു വിഷസ് അറിയിക്കുന്നത്. അതോ ഇരിപ്പുണ്ടാവും റിച്ചു, ഹാപ്പി ബർത്ത്ഡേ റിച്ചു. തിരികെത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് 28 സെക്കൻഡാണ്. ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് രാജ്യസഭാ സീറ്റെന്ന് സ്ഥിരീകരിക്കുന്നു കെ സുധാകരൻ. ലീഗ് ചർച്ച ചെയ്ത് മറുപടി നൽകാമെന്നാണ് അറിയിച്ചതെന്നും KPCC അധ്യക്ഷൻ അറിയിച്ചു. ചർച്ചയാണത്, ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. 3ാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും. നമ്മൾ അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. വിനീത, പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്നും പറയാതിരുന്ന കാര്യം കെ സുധാകരൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റെന്ന നിർദ്ദേശം മുന്നോട്ടുണ്ട്, അതോടൊപ്പം തന്നെ 3ാം സീറ്റെന്നൊരു പരിഗണന AICCയുടെ പരിഗണനയിലുണ്ട് എന്നുകൂടി പറയലല്ലേ സുധാകരൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതായത് ഈ ചർച്ചകൾ അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഇത്തരമൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3ാമതൊരു സീറ്റ് അത് ലീഗിന് ഉണ്ടായേക്കില്ല, പകരം ആ സീറ്റ് വിട്ടു നൽകുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ യോഗത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ രാജ്യസഭാ സീറ്റ് നൽകാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങൾ തങ്ങളുമായി ആലോചിച്ചതിന് ശേഷം മറുപടി പറയാമെന്നായിരുന്നു ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 27-ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി ശരിവെക്കുന്നതാണ് ഇപ്പോൾ KPCC അധ്യക്ഷന്റെ
പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും അക്കാര്യത്തിൽ ലീഗ് തീരുമാനം പറഞ്ഞതിനു ശേഷം AICC ആ വിവരങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കടുത്ത നിലപാട് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലീഗ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ സമവായങ്ങളിൽ അവർ അനുനയവുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഒരു കടുത്ത ഒരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് വേണമെന്നുള്ളത് തന്നെയായിരുന്നു ലീഗ് നേതാക്കളും തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2019 മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഇത്തവണ ആ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള കടുത്ത നിലപാടിലേക്കൊക്കെ തന്നെ ലീഗ് പോയിരുന്നു. ഇപ്പോൾ ഇതാ ആ ചർച്ച അവസാനിച്ചിരിക്കുന്നു. നേതാക്കളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണെങ്കിലും ഒരു സമവായത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ചർച്ച തൃപ്തികരമെന്ന് തന്നെയാണ് ഇരു നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചർച്ചയിൽ വന്ന എല്ലാ സംഭവവികാസങ്ങളെ പറ്റിയും നിങ്ങളോട് ബ്രീഫ് ചെയ്തു. നമ്മൾ സംസ്ഥാന കമ്മിറ്റീൻ്റെ ഭാരവാഹികളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസുമായിട്ടുള്ള ചർച്ച വളരെ നല്ല നിലയിൽ ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുസ്ലിം ലീഗിന് ഈ കാര്യത്തിലുള്ള പ്രശ്നം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ട്, കോൺഗ്രസ്സിന് ഈ കാര്യത്തിലുണ്ടാകുന്ന പ്രശ്നം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് എങ്ങനെ പ്രശ്നമില്ലാത്ത വിധത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഫോർമുല അത് വളരെ സജീവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചർച്ച ഒരു ഘട്ടത്തിൽ ഇതാക്കിയാൽ കോൺഗ്രസ് ഒരുപക്ഷെ അവരുടെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ച് പറയേണ്ടതുണ്ടാവും. ഞങ്ങൾക്കും എന്തിനു വേണ്ടി വരും, തങ്ങൾ വളരെ തങ്ങൾ മറ്റന്നാൾ വരും 27-ാം തീയതി. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പം വെച്ചാൽ ചർച്ച വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചർച്ചയായിരുന്നു. ഇവിടെ പിന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധം, സുദൃഢമായ ബന്ധം നിലനിൽക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ പരസ്പരം ബഹുമാനിച്ചും അതിന് പരിഹാര മാർഗം കണ്ടെത്തിയിട്ടുമാണ് പ്രശ്നങ്ങൾ തീർക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പരിഹാരത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് വന്ന ഡിസ്കഷൻ്റെ മുഴുവൻ കാര്യങ്ങളും തങ്ങളുമായിട്ട് കൂടി സംസാരിച്ച് 27-ാം തീയതി ഞങ്ങൾ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിൽ തീരുമാനമെടുത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അതേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓരോ സ്റ്റോറീസ് വരുന്നതാണ്. അല്ല അത് എന്താ അറിയോ, നമ്മളത് പാതി വഴിയിൽ വർത്തമാനം പറഞ്ഞ് ശരിയല്ല. ഒരു ചർച്ച ഞാൻ മനസ്സിലാക്കുന്ന വളരെ നല്ല നിലയിൽ സുഖമായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ നിന്നൊരു കഷ്ണം ഇവിടെ നിന്നൊരു കഷ്ണം എടുത്ത് പറയുമ്പോൾ ആ ചർച്ചൻ്റെ ആ ഉയർന്നു വന്ന ഒരു സാഹചര്യം അത് സ്പോയിൽ ചെയ്യലായിരിക്കും. അത് ആർക്കും നല്ലതല്ല, ഞങ്ങൾക്കും നല്ലതല്ല, മറ്റു കോൺഗ്രസും നല്ലതല്ല. കാര്യങ്ങൾ നേരെ പോട്ടെ എന്നുള്ളതാണ്. ചർച്ചകൾ അതിൻ്റെ രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്താണെന്നുള്ളതിന് ചില സംഗതികളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫോമിലേക്ക് എത്തിയതിന് മുമ്പ് ഞങ്ങൾക്കാകട്ടെ കോൺഗ്രസ്സിനാവട്ടെ അതിൻ്റെ ബന്ധപ്പെട്ട അപ്പർ ബോഡിനോട് ചോദിക്കാതെ എടുക്കാനൊക്കില്ല. അത്രയും ചർച്ച നടന്നിട്ടുള്ളൂ. പിന്നെ അതല്ല മറ്റ് ഡീറ്റെയിലേക്ക് പോകാനൊക്കെ ഡിസ്കഷനിൽ പ്രശ്നം നിങ്ങൾ ഞങ്ങളെക്കാളും അനുഭവമുള്ളവരാണ്. അപ്പോൾ ഡിസ്കഷൻ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോയാൽ ആ ഡിസ്കഷൻ്റെ സ്പിരിറ്റ് ചോർന്നു പോകും. അങ്ങനെ ഇത് കോംപ്രമൈസിൻ്റെ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഘടകകക്ഷി എന്നുള്ള കോൺഗ്രസിൻ്റെ അക്കാര്യത്തിലുള്ള സമീപന രീതിയിൽ സംഗതി ഞങ്ങൾ ഉൾക്കൊള്ളണം പരസ്പരം. അങ്ങനെ പരസ്പരം ഉൾക്കൊണ്ടിട്ട് ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വരും. ധൈര്യമായിട്ടുന്നുള്ളൂ. ടി.എം. ജോഷി സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഈ വിഷയത്തിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ കൺസേൺ ഉൾക്കൊള്ളുന്നു കോൺഗ്രസിൻ്റെ കൺസേൺ ലീഗും ഉൾക്കൊള്ളുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് അർത്ഥം. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. മൂന്നാം സീറ്റിലോ രാജ്യസഭാ സീറ്റിലോ ഒന്നും തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ ഉപേക്ഷിച്ച് ചർച്ചകൾ തീർന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഏത് അർത്ഥത്തിലാണെന്നറിയില്ല. ചർച്ചകൾ ഓൺഗോയിങ് ആണ്. 27-ാം തീയതി സാദിഖലി തങ്ങൾ വന്നതിന് ശേഷം ഈ രാജ്യസഭാ സീറ്റിലൊക്കെ അത് സമ്മതമാണോ എന്ന കാര്യമൊക്കെ അറിയിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ചർച്ചകൾ അങ്ങനെ തുടരുന്നു. ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, പഞ്ചാഗ്നി മധ്യേ കർമ്മനിരതരായി ഡ്യൂട്ടി നോക്കി വരുന്ന കേരള പോലീസിന് ഹൃദയാഭിവാദ്യങ്ങൾ. ശരിയാണ് കേട്ടോ. പൊങ്കാല ദിവസം അവർ വളരെ കാര്യക്ഷമമായി ജോലി ചെയ്യുന്നവരാണ്. അവരും ഈ പറയുന്ന എല്ലാ കർമ്മ മേഖലയിലുള്ളവരെയും പോലെ അഭിനന്ദനം അർഹിക്കുന്നു.
ഹാഷ്മി, ഈ പൊങ്കാല ഇട്ട കല്ലുകളെല്ലാം വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ കൊടുക്കും. കഴിഞ്ഞ തവണ ചിലരൊക്കെ കട്ട പൊട്ടിച്ചുകൊള്ളാൻ ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെ ആഹ്വാനം ചെയ്യുന്നവരുടെ കട്ട പൊട്ടുകയുള്ളൂ, അല്ലാതെ ഒരു കട്ടയും അവിടെ തിരുവനന്തപുരത്ത് പൊങ്കാല കട്ട പൊട്ടില്ല. അതൊക്കെ വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 15 സെക്കൻഡാണ്. ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഒരു ട്രെയിൻ ഓടി എത്ര കിലോമീറ്റർ ആണെന്നറിയോ? 160 കിലോമീറ്റർ. ജമ്മു കാശ്മീരിലെ കത്വയിൽ നിന്ന് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ചരക്ക് ട്രെയിൻ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. കത്വ സ്റ്റേഷനിൽ നിന്നും പഞ്ചാബിലെ ഉച്ചി ബസ് വരെയാണ് 53 ബോഗികളുള്ള ചരക്ക് ട്രെയിൻ ഓടിയത്. റെയിൽവേ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജമ്മു കശ്മീരിലെ കത്വ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ കിലോമീറ്ററുകൾ ഓടിയത്. റെയിൽവേ ട്രാക്കിന്റെ ചരിവാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതിരുന്നിട്ടും ട്രെയിൻ ഓടാൻ കാരണം. മണിക്കൂറിൽ 80 കിലോമീറ്ററായിരുന്നു ട്രെയിനിന്റെ വേഗം. ആശങ്കകൾക്കൊടുവിൽ പഞ്ചാബിലെ ഉച്ചി ബസ്സിൽ ട്രെയിൻ നിർത്താൻ കഴിഞ്ഞു. റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചതായി ജമ്മു ഡിവിഷണൽ ട്രാഫിക് മാനേജർ അറിയിച്ചു. ബാലസോർ ട്രെയിൻ അപകടത്തിലെ വീഴ്ചകൾ മുൻനിൽക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും വീണ്ടുമുണ്ടാകുന്ന ഗുരുതര വീഴ്ചകൾ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. അപ്പോൾ ലോക്കോപ്പയില്ല ട്രെയിൻ അത്രയും ദൂരമൊക്കെ ഓടുന്ന എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ നിർത്തിയെടുത്ത ട്രെയിൻ ചുമ്മാ അങ്ങ് ഓടുക, അത് 100 കിലോമീറ്റർ അങ്ങ് ഓടിപ്പോവുക, കെട്ടുകഴിവുള്ളതാണോ? അന്വേഷണം നടക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരികെ എത്താം ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 8 സെക്കൻഡാണ്. ഇവിടെ വസന്തകുമാർ പറയുകയാണ്, ട്രെയിൻ തനിയെ ഓടിയത് അത്ഭുതം തന്നെ, അദൃശ്യനായ ലോക്കോ പൈലറ്റും എഞ്ചിൻ പ്രവർത്തനം എന്ന് പറയും. നമുക്കിപ്പോൾ അങ്ങനെ തമാശ പറയാൻ പറ്റുന്നത് വലിയ ദുരന്തത്തിലേക്കൊന്നും എത്താത്തത് കൊണ്ടാണ്. എങ്ങനെ ട്രെയിൻ നിർത്തി എന്നൊരു പ്രേക്ഷക മോൾ ചോദിക്കുക, എനിക്ക് സംശയം അതേപോലെ ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം നടക്കട്ടെ. വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന മന്ത്രിമാരുടെ ചർച്ച. ജനവാസ മേഖലയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്കിടെ ദക്ഷിണേന്ത്യൻ വനം മന്ത്രിമാരുടെ യോഗം അടുത്ത മാസം കേരള, തമിഴ്നാട്, കർണാടക വനം മന്ത്രിമാർ മാർച്ച് ആദ്യം ബംഗളൂരുവിൽ യോഗം ചേരും. കർണാടക വനം മന്ത്രിയാണ് യോഗത്തിന് ക്ഷണിച്ചത്. കർണാടക അതിർത്തി കടന്നെത്തിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വയനാട്ടിൽ തുടർക്കഥയായതോടെ കേരളം അന്തർ സംസ്ഥാന സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അതിർത്തി പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമണം തടയുന്നത് ലക്ഷ്യമിട്ട് കർണാടകവും നീക്കം തുടങ്ങിയത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്ന് ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമം. അടുത്ത മാസം 3, 4 തീയതികളിൽ ബംഗളൂരുവിലാണ് യോഗം. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകളുടെ വിവര കൈമാറ്റവും വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പരിഹാര മാർഗവും ചർച്ചയാകും. മന്ത്രി AK ശശീന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കും. 24 കോഴിക്കോട്. ബെന്നി ചോദിക്കുന്നുണ്ട്, ഈ പൈലറ്റ് ഇല്ലാതെ ഇത്രയും സ്പീഡിൽ പോകുന്ന ട്രെയിൻ എങ്ങനെ അപ്പോൾ നിർത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാം കേട്ടോ, എങ്ങനെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കത് സീരിയസ് ആയി ചോദിക്കാം. വയനാട് മുള്ളംകൊല്ലിയിൽ വീണ്ടും കടുവ ആക്രമണം. മുള്ളംകൊല്ലി കാക്കനാട് തോമസിന്റെ കാളക്കുട്ടിയെ കടുവ കൊന്നു. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലി ഇറങ്ങി. രാവിലെ 5:45 മുള്ളൻകൊല്ലി പള്ളിയിലേക്ക് പോയിരുന്നവരാണ് റോഡിൽ കടുവയെ കണ്ടത്. കുർബാന സമയമായതിനാൽ പള്ളിയിലേക്ക് വിശ്വാസികളുടെ തിരക്കുണ്ടായിരുന്നു. മുള്ളംകൊല്ലി സെന്റ് മേരീസ് ഫൊറാന ചർച്ചിൽ 6 മണിക്ക് കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി കടുവയെ കാണുകയും ആ കടുവ റോഡിന് കുറുകെ ചാടുന്നതും കണ്ടു. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങളും അന്വേഷണ ഫലമായി കടുവയെ ആ വീട്ടിൽ നിന്ന് 150 മീറ്റർ അകലെ ഏകദേശം വയൽപ്രദേശത്ത് കാണപ്പെടുകയുണ്ടായി. തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ നടത്തിയ തെരച്ചിലാണ് കാക്കനാട്ട് തോമസിന്റെ 1 വയസ്സ് പ്രായമുള്ള കാളക്കുട്ടിയെ കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടത്. വളർത്തുമൃഗത്തെ കെട്ടിയിരുന്ന കയറുൾപ്പെടെ അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വീടിനോട് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കടുവ തിന്ന നിലയിൽ കാളക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. വനമേഖലയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമുള്ള മുള്ളൻകൊല്ലി ടൗണിൽ കടുവ ഇറങ്ങിയതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. കടുവയ്ക്കായി വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലി ഇറങ്ങിയതിനെ തുടർന്ന് വനം വകുപ്പ് 4 നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിച്ചു. പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 വയനാട്. അതിനിടയ്ക്ക് ഒരു കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാറ് വെള്ളച്ചാലിലേക്ക് മറിഞ്ഞെന്നൊരു വാർത്ത വരുന്നു. തൃശൂർ കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ അടുത്താണ് അപകടം. മലപ്പുറത്ത് നിന്ന് വരികയായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികൾ ഉണ്ടായിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. അപ്രതീക്ഷിതമായി വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഒരു പന്നി ചാടി വാഹനത്തിൽ നിയന്ത്രണം വിട്ടു വെള്ളച്ചാലിലേക്ക് മറിഞ്ഞു. ആർക്കും വലിയ വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഭാഗ്യം.
പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ്സുകാരി തിരിച്ചെത്തി. ഇന്ന് പുലർച്ചെ 4 മണിയോടെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് പെൺകുട്ടി എത്തിയത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ തൃശൂർ സ്വദേശികളായ അതുൽ, അഖിൽ എന്നിവരും ഇവരെ സഹായിച്ച ജയരാജ് എന്നയാളും പോലീസിന്റെ പിടിയിലായി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തിരുവല്ലയിലെ സ്കൂളിലേക്ക് പോയ 9ാം ക്ലാസ്സുകാരിയെ കാണാതാകുന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 യുവാക്കളാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് വ്യക്തമായി. പക്ഷേ ഇവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടു. ഇതോടെ ഇന്ന് രാവിലെ പെൺകുട്ടിയെ തിരുവല്ലയിലെത്തിച്ച ശേഷം പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു വെച്ചാണ് തൃശൂർ സ്വദേശിയായ അതുൽ പിടിയിലാകുന്നത്. ഇയാളോടൊപ്പമുണ്ടായിരുന്ന അജിൽ എന്നയാളെ തൃശൂർ അന്തിക്കാട് നിന്നും പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവർക്കും സഹായം നൽകിയ തൃശൂർ സ്വദേശിയായ ജയരാജും പിടിയിലായിട്ടുണ്ട്. നിലവിൽ തട്ടിക്കൊണ്ടുപോകലിനാണ് 3 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 24 പത്തനംതിട്ട. ട്രെയിൻ എങ്ങനെ നിർത്തിയാന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ട്രെയിൻ നിർത്തിയത് വലിയ തടിക്കഷ്ണങ്ങളൊക്കെ ഇട്ട് ട്രാക്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ കഷ്ടപ്പെട്ട് നിർത്തിയതാണെന്ന് പറയുന്നത്. ഇവിടെ ആദർശ് സുമേഷ് പറയുന്നുണ്ട് ഇലക്ട്രിക് കണക്ഷൻ ഓഫ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനൊന്നുമല്ല, വളരെ കഷ്ടപ്പെട്ട് നിർത്തിയതാണെന്നാണ് ഡൽഹിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സീറ്റ് വിഭജനത്തിൽ പുതിയ ഉണർവോടെ ഇന്ത്യ. BJPക്കെതിരെ യോജിച്ച നീക്കത്തിന് ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് ചർച്ചകൾ തുടരുന്നു. ഉത്തർപ്രദേശിന് പിന്നാലെ മധ്യപ്രദേശിലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ധാരണയിലെത്തി. ഒരു സീറ്റിൽ SP മത്സരിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ അഖിലേഷ് യാദവ് ഇന്ന് പങ്കെടുക്കും. സമാജ്വാദി പാർട്ടിയുമായും ആം ആദ്മി പാർട്ടിയുമായും സീറ്റ് ധാരണയിൽ വിജയം കണ്ട കോൺഗ്രസ് മറ്റു സംസ്ഥാനങ്ങളിലും യോജിച്ച പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. വിജയസാധ്യതകൾ പരിശോധിച്ച മധ്യപ്രദേശിലെ ഗജറാവോ സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് നൽകി. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുറന്ന പോര് ഒഴിവാക്കി BJPക്കെതിരായ പോരാട്ടം നടത്തണമെന്നാണ് മുതിർന്ന പ്രതിപക്ഷ നേതാക്കളുടെ അഭിപ്രായം. മഹാരാഷ്ട്രയും ബംഗാളുമാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതിസന്ധിയായി മുന്നിലുള്ളത്. മഹാരാഷ്ട്രയിൽ 23 സീറ്റുകളാണ് ഉദ്ധവ് താക്കറെ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരുൺ ഗാന്ധിയെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങളും അണിയറയിൽ സജീവമാണ്. ഉത്തർപ്രദേശിൽ പര്യടനം നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ആഗ്രയിലെത്തുമ്പോൾ അഖിലേഷ് യാദവ് പങ്കെടുക്കുമെന്നാണ് വിവരം. യാത്രയിൽ തുടർച്ചയായി 2ാം ദിവസവും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. यहाँ जो खड़े नौजवान बच्चे हैं, जो हमारे पुलिस वाले यहाँ तैनात हैं, जो स्टूडेंट्स हैं, इनसे नहीं जुड़ा है? क्या देश का मान सम्मान आपकी महत्वाकांक्षाओं से, आपकी उम्मीदों से नहीं जुड़ा है? ലോക്ദൾ അധ്യക്ഷൻ ചൗധരി സുനിൽ സിംഗ് അലിഗഡിൽ രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയിൽ പങ്കെടുത്തു. 24 ഡൽഹി. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളിൽ ഇത്തവണ സ്ഥാനാർത്ഥികളെ നേരത്തെ BJP പ്രഖ്യാപിക്കും. BJP തെരഞ്ഞെടുപ്പ് സമിതി യോഗം വ്യാഴാഴ്ച ചേരും. BSP MP റിതേഷ് പാണ്ഡെ ഉടൻ BJP അംഗത്വം സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ തിപ്രാമോദ തലവൻ പ്രത്യുത് മാണിക്യ ദേവ് ബർമൻ മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 370-ലേറെ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന BJP ഇത്തവണ ഉത്തർപ്രദേശിലെ ഓരോ സീറ്റും നിർണായകമായാണ് കാണുന്നത്. കഴിഞ്ഞ തവണ പാർട്ടിക്ക് നഷ്ടപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ച് നേരത്തെ പ്രചരണം ആരംഭിക്കാനാണ് നീക്കം. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ അവലോകനം പൂർത്തിയാക്കി. വ്യാഴാഴ്ച ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള 100 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുമെന്നാണ് സൂചന. അതേസമയം പ്രധാനമന്ത്രിയോടൊപ്പം പാർലമെന്റ് ക്യാന്റീനിൽ ഭക്ഷണം കഴിച്ച 9 MPമാരിൽ ഒരാളായ റിതേഷ് പാണ്ഡെ BSPയിൽ നിന്നും രാജിവെച്ചു. അംബേദ്കർ നഗർ സീറ്റിൽ റിതേഷ് ഇത്തവണ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. അതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ സമരപ്രഖ്യാപനവുമായി തിപ്രാമോദ രംഗത്തെത്തി. ത്രിപുരയിലെ ഗോത്രവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. 24 ഡൽഹി. ബാലേന്ദ്രൻ നായർ പറയുകയാണ്, ആഷ്മിയ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടിയ ട്രെയിൻ നിന്ന് ശരിയാകാൻ വഴിയില്ല. ലോക്കോ പൈലറ്റ് വെള്ളം അടിച്ച് ബോധം കെട്ടി കിടന്നിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ട്രെയിൻ നിർത്തിയതാവാമെന്നു. അങ്ങനെയല്ല ഏട്ടാ, ലോക്കോ പൈലറ്റ് ഇല്ലാത്തതാണ്. ഇനി അങ്ങനെയൊക്കെ വെള്ളം അടിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ലോക്കോ പൈലറ്റ് ജോലിയുണ്ടാവൂ. ഷംസ് പൈക ചോദിക്കുന്നു, ഡൽഹിയിലെ വാർത്തയൊന്നുമില്ലേ? BJPക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. ഡൽഹിയിലെ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നിർമ്മാണം BJP തടയാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം പ്രവൃത്തികൾക്കിടയിൽ സർക്കാരിനെ നയിക്കുന്നത് എങ്ങനെയെന്ന് തനിക്ക് മാത്രമേ അറിയൂ. അതിന് തനിക്ക് നോബൽ സമ്മാനം നൽകണമെന്ന് പറയുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. റഷ്യൻ മുൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മൃതദേഹം വിട്ടു നൽകി.
നവൽനിയുടെ കുടുംബം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ നടപടി. നവൽനിയുടെ മരണത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് G7 രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു. മുൻ പ്രതിപക്ഷ നേതാവായ അലക്സി നവൽനിയുടെ ദുരൂഹ മരണം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നവൽനിയുടെ മൃതദേഹം റഷ്യൻ അധികൃതർ വിട്ടുനൽകിയത്. നവൽനിയുടെ മാതാവ് ലുഡ്മില നവൽനയ മൃതദേഹം ഏറ്റുവാങ്ങിയതായി വക്താവ് കിര യാർമിഷ് എക്സിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ആർട്ടിക് പീനൽ കോളനി ജയിലിനടുത്ത് തന്നെയായിരുന്നു നവൽനിയുടെ മാതാവിന്റെ താമസം. മൃതദേഹം കൈമാറണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് റഷ്യൻ ഭരണകൂടം വഴങ്ങിയതെന്നും വക്താവ് അറിയിച്ചു. മൃതദേഹം വിട്ടുനൽകാത്തതിനെതിരെ നവൽനിയുടെ കുടുംബം കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് റഷ്യയുടെ നടപടി. ആർട്ടിക് പീനൽ കോളനി ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെ ഈ മാസം 16-നാണ് അലക്സി നവൽനി മരിച്ചത്. സംസ്കാര ചടങ്ങുകൾ എങ്ങനെ നടത്തുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. രഹസ്യമായി മരണാനന്തര ചടങ്ങുകൾ നടത്താൻ മാതാവ് സമ്മതിച്ചെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ നവൽനിയുടെ മരണത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് G7 രാജ്യങ്ങൾ റഷ്യയ്ക്ക് കത്തയച്ചു. നവൽനിയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും G7 രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നവൽനിയുടെ ഭാര്യ ഇപ്പോൾ പുട്ടിനെതിരെ രംഗത്തുണ്ട്. പുട്ടിനെതിരെ ആര് ശബ്ദമുയർത്തിയാലും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ് പതിവ്. നവൽനിയുടെ ഭാര്യയെ ദൈവം കാക്കട്ടെ. തൃശൂർ ലിറ്റററി ഫോറം ഏർപ്പെടുത്തിയ യൂസഫലി കേച്ചേരി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രന് സമ്മാനിച്ചു. ശ്രാവണ ബളഗോള എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹനാക്കിയത്. KP ബാലചന്ദ്രൻ പുരസ്കാരം ഡോക്ടർ MR തമ്പാനും S ഗിരിജയ്ക്കും സമ്മാനിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്തു. ഗൗരിനന്ദൻ AR പറയുകയാണ്, അച്യുതൻ എവിടെ? ഡൽഹിയിൽ നിന്നും പുതിയ ന്യൂസ് വരട്ടെ. അച്യുതം വരട്ടെ. അച്യുതോ, പ്രമുഖ വാട്ടർ ടാങ്ക് നിർമ്മാതാക്കളായ അക്കോട്ടക് പുതിയ സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ വിപണിയിൽ അവതരിപ്പിച്ചു. 500 മുതൽ 5000 വരെ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കുകൾ 304 ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടന്ന സമ്മേളനം വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹാനൻ MP അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാണ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്ന വിദഗ്ധൻ N. ഭാസ്കറിനെ ചടങ്ങിൽ ആദരിച്ചു. അക്കോട്ടക്കിന്റെ 2000-ലധികം വരുന്ന കേരളത്തിലെ ഡീലർമാരുടെ സംഗമവും ഇതോടൊപ്പം നടന്നു. അക്കോട്ടക് ഡയറക്ടർമാരായ സജി TP, ജേക്കബ് ജോ ചിറമേൽ, NC മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, ചിന്നക്കടയിൽ കടക്ക് തീ പിടിച്ചു. എന്താന്ന് അന്വേഷിക്കാം. നമ്മളിടുന്ന കമൻറ്റ് ആരും കാണൂല. ജോൺ വർഗീസ് ചേട്ടാ കണ്ടു. സ്പോർട്സ് വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ മികച്ച ലീഡിനായി ഇംഗ്ലണ്ട് പൊരുതുകയാണ്. 46 റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി ഇംഗ്ലണ്ടിന്. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർച്ചയാണ്. 120 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ നഷ്ടമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ചേർന്നു. അനിൽ, 5 വിക്കറ്റ് നഷ്ടമാണെങ്കിൽ അധികം 100-150-60 റൺസിൽ എറിഞ്ഞിടാവുന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെ തന്നെയാണ്. വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ബൗളർമാർ. പ്രത്യേകിച്ച് സ്പിന്നിനെ കൂടുതൽ തുണയ്ക്കുന്ന കാഴ്ചയാണ് ഈ റാഞ്ചി ടെസ്റ്റിന്റെ 3-ാം ദിനത്തിൽ കാണുന്നത്. ഇന്ത്യക്ക് ഇന്ന് 3 വിക്കറ്റ് നഷ്ടമായി. അങ്ങനെ ഇന്ത്യ ഒരു 307 പുറത്തായി. ഇംഗ്ലണ്ടിന് ഒരു 46 റൺസിന്റെ ലീഡ് കിട്ടിയതാണ്. പരമ്പരയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മേൽക്കൈ ഇംഗ്ലണ്ടിന് വരുന്നത്. പക്ഷേ അത് വീണ്ടും ഇന്ത്യ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് അശ്വിനും കുൽദീപും ചേർന്നുള്ള സഖ്യം ഇംഗ്ലണ്ടിന്റെ ടോപ്പ് ഓർഡേഴ്സിനെ ആദ്യ 5 വിക്കറ്റുകളും ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞു. വെറും 120 റൺസ് മാത്രമാണ് സ്കോർ ബോർഡിലുള്ളത്. അങ്ങനെ ആകെ ലീഡ് 166. ഇന്ത്യക്ക് മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ മികച്ച പ്രകടനം തുടർന്നാൽ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു 150 അല്ലെങ്കിൽ 200-നുള്ളിൽ തന്നെ അവരെ എറിഞ്ഞിട്ട് ഒരു 250 വിജയലക്ഷ്യമെങ്കിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ പരമ്പരയിലെ ഇപ്പോൾ 2-1 മുന്നിലാണ് ഇന്ത്യ. ഈ മത്സരം കൂടി ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഈ ടെസ്റ്റിൽ തന്നെ വിജയം ഒരുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇനി മുന്നിലുള്ളത് ബെയർസ്റ്റോയാണ്. ഒപ്പം തന്നെ ഫോക്സ് ഉണ്ട്. ഇതുപോലെ ആദ്യ ഇന്നിംഗ്സിൽ ഫോക്സ് ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയതാണ്. അപ്പോൾ രണ്ടാം ഇന്നിംഗ്സിലും ഫോക്സിലാണ് മറ്റൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. അങ്ങനെ ഈ ഒരു 2 പേരെ കൂടി പുറത്താക്കിയാൽ ബാറ്റർമാർ എന്ന കണത്തിലുള്ള ആളുകളൊക്കെ തന്നെ പുറത്താവും. പിന്നീട് വരുന്നത് ടൈലൻഡറിലുള്ള ബൗളേഴ്സാണ്. അപ്പോൾ ഇന്ത്യ പെട്ടെന്ന് തന്നെ ഈ 2 പേരെ കൂടി പുറത്താക്കാനുള്ള ശ്രമത്തിലാണ്. വിജയപ്രതീക്ഷയിലേക്ക് ഇന്ത്യ വരുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 5 വിക്കറ്റുകൾ പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് ബാക്കി വിക്കറ്റുകൾ കളയാവുന്നേ ഉള്ളൂ. ഗോപു നന്ദലത്ത് G-Mart ഗോൾഡ് ഗാല ഓഫർ വിജയികളെ തിരഞ്ഞെടുത്തു. ഗുരുവായൂരിൽ സ്റ്റുഡിയോ ഫ്ലാറ്റാണ് ബമ്പർ സമ്മാനം. 5 പേർക്ക് മാരുതി ഇഗ്നിസ് കാറുകളും 125 പേർക്ക് 1 പവൻ സ്വർണവും വിതരണം ചെയ്തു. ഓണം, റംസാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ സീസണുകളെ കോർത്തിണക്കിയാണ് ഗോപു നന്ദലത്ത് G-Mart ഗോൾഡ് ഗാല ഓഫർ ഒരുക്കിയത്. എറണാകുളം ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പ് കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ താവക്കര ഷോറൂമിൽ നിന്നാണ് രണ്ടാമത്തെ വിജയി റിയാസ് മഞ്ചേരി ബ്രാഞ്ചിൽ നിന്നാണ്
കഴിഞ്ഞ ഓണക്കാലത്ത് ഗോപുനന്ദൻ ജിമാർട്ട് ഏർപ്പെടുത്തിയ ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫറിലൂടെ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്ക് 1 കിലോ ഗോൾഡ് 1 പവൻ വീതം 125 കസ്റ്റമേഴ്സിനും കൂടാതെ 5 മാരുതി ഇഗ്നിസ് കാറുകളും 1 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളും സമ്മാനമായി നൽകുകയാണ് ഉണ്ടായത്. അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്സാണ് നന്ദന ജിമാർട്ടിന് നടത്താൻ സാധിച്ചത്. അത് മാന്യമായ ഉപഭോക്താക്കളുടെ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഗോപുനന്ദൻ ജിമാർട്ട് ഇത്രയും ഒരു വിജയത്തിലെത്താൻ സാധിച്ചത്. 125 പേർക്ക് 1 പവൻ വീതം 1 കിലോ സ്വർണവും 5 മാരുതി ഇഗ്നിസ് കാറുകളും ബെമ്പർ സമാനമായ ഗുരുവായൂരിലെ സ്റ്റുഡിയോ ഫ്ളാറ്റുമാണ് വിജയികൾക്ക് ലഭിച്ചത്. 41 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഗോപുനന്ദൻ ജിമാർട്ട്. ഇന്ന് ഓൾ കേരളയിൽ നമുക്ക് 51 ഷോറൂംസ് ഉണ്ട്. ഈ 51 ഷോറൂംസിൻ്റെയാണ് ലക്കി ഡ്രോ നടന്നത്. ഈ ലക്കി ഡ്രോയിൽ വിജയികളായ എല്ലാവരും ഞാൻ ബിഗ് കൺഗ്രാറ്റ്സ് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗോപുനന്ദൻ ജിമാർട്ടിന് ഇതുപോലെ നമുക്ക് ഓഫറുകൾ ഇനിയും കൊണ്ടുവരാൻ സാധിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും പുതിയ ഓഫേഴ്സായി വരാറുണ്ട് ഓണത്തിന്. കഴിഞ്ഞ ഓണത്തിൻ്റെ ഓഫറാണ് ഇപ്പോൾ ലക്കി ഡ്രോ എടുത്തത്. ഇനി നമ്മൾ പുതിയ ഓഫേഴ്സുമായി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് മുമ്പിൽ നമ്മൾ എത്തുന്നതാണ്. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, സിഇഒ PA സുബൈർ, അഡ്മിനിസ്ട്രേറ്റർ മാനേജർ ജോയ് NP, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നറുക്കെടുപ്പിൽ പങ്കെടുത്തു. 24 കൊച്ചി. PR നന്ദൻ ചോദിക്കുന്നുണ്ട്, ഹാഷ്ബോ ഞാൻ വൈകിപ്പോയി, ഇന്ന് 6 മണിക്ക് അവതാരപ്പുലികളില്ലേ? പിന്നില്ലേ, 6 മണി 9 മണി നമ്മൾ പൊളിക്കുകയാണ്. എന്താണ് വൈകിട്ട് കാണില്ലെന്ന് ചോദിക്കുന്നത് വിനീത് നാരായണൻകുട്ടി. ഉണ്ട്, വൈകിട്ട് ഉറപ്പായുണ്ട്. ഓക്കെ. ആറ്റുകാലിൽ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുക. ഉച്ചയ്ക്ക് 2:30-ക്കാണ്. ആയിരങ്ങളുടെ പ്രാർത്ഥനയാണ് പൊങ്കാല നിവേദ്യത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്. പണ്ടാരടുപ്പിനടുത്ത് നിന്നും സ്മിത ഹരിദാസ് എഴുതുന്നു. സ്മിത, എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തി. ഇനിയിപ്പോൾ 10 മിനിറ്റ് മാത്രമേ സമയം ബാക്കിയുള്ളൂ. ഒരുക്കങ്ങൾ എങ്ങനെയാണ് അന്തിമ ഭക്തരുടെ പ്രതീക്ഷകൾ? സ്മിത, കേൾക്കാമോ? ഞാൻ ചോദിച്ചത് 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ നിവേദ്യത്തിന്. ഭക്തരുടെ കാത്തിരിപ്പിന് ഒരവസാനമാകാൻ പോകുന്നു. അങ്ങനെ ഭക്തപൂർണ്ണമായ മനസ്സുകളോടെ കാത്തിരിപ്പിലാണ് ഭക്തർ. ഇതാ കേൾക്കാം ഹാഷ്മി. ഇനിയിപ്പോൾ അടുത്ത പ്രധാന പരിപാടി നിവേദ്യമാണ്. ആ നിവേദ്യത്തിന് ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം തളിക്കുന്നു. അതിനായിട്ടുള്ള ചടങ്ങുകൾക്കുള്ള അവിടെ ഒരുക്കമായി ക്ഷേത്രത്തിനകത്തു നിന്ന് വാദ്യമേളങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇനി അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്ന് പൊങ്കാല അടുപ്പിൽ നേദിച്ചതിന് ശേഷം അതോടെ നിവേദ്യമാകുന്നു. അവിടെ പിന്നെ ഒരു 300-ലേറെ പൂജാരികൾ ഈ തീർത്ഥജലവുമായി പല ബക്കറ്റുകളിലാക്കിയാണ് അത് കൊണ്ടുപോകുന്നത്. അതിലിങ്ങനെ ചൂൽ ഈർക്കിളി ഇട്ടിട്ട് അത് കൊണ്ടുപോകുന്നു. അതുപോലെ എന്തോ ഒന്നാണ് ഇടുന്നത്. നമുക്ക് കുറച്ച് സമയത്തിനകം തന്നെ കാണാൻ കഴിയും. അതൊരു മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് പല പല ഭാഗത്തേക്കായി പോകുന്നു ഈ തീർത്ഥവുമായി. അത് എല്ലാവരുടെയും പൊങ്കാല നിവേദ്യത്തിലേക്ക് തളിക്കുന്നു. അതോടെ അത് നിവേദ്യമായി മാറുന്നു. തീർത്ഥജലം തളിച്ചു കഴിയുമ്പോൾ അത് ദേവിയുടെ പ്രസാദമായി മാറി എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ. അവരുടെ പൊങ്കാല അടുപ്പുകളിലൊക്കെ നേദ്യമായി അവർ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിനകത്തു നിന്ന് തീർത്ഥവുമായി വരും. അതിനുശേഷം മേൽശാന്തിയിൽ നിന്ന് ഈ തീർത്ഥജലവുമായി പൂജാരിമാർ പലയിടങ്ങളിലേക്കായി പോകുന്ന ഒരു കാഴ്ച. അതിങ്ങനെ തീർത്ഥം തളിച്ചാണ് അവരങ്ങനെ പോവുക. ഓരോ അടുപ്പുകളിലും ആ തീർത്ഥജലം എത്തും. ആ ജലത്തിന് ഒരു തുള്ളി വീണാൽ അത് നിവേദ്യമായി മാറി എന്നുള്ള സങ്കല്പമാണ്. അതിനുള്ള കാത്തിരിപ്പാണ്. അല്പനിമിഷങ്ങൾക്കകം തന്നെ ആ ചടങ്ങാണ് ഇവിടെ നടക്കുക. അതിനായിപ്പോൾ മേയറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്കകം തന്നെ ആ പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി നടക്കും. ഹാഷ്മി. സ്മിതയാണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്ര പരിസരത്തിന് പ്രവിതാലക്ഷ്മിയുണ്ട്. പ്രവിത, പൂജാരിമാർ കുറേ അധികം ആൾക്കാരുണ്ടാകും ഈ നിവേദ്യം തളിക്കലിനായി ഉണ്ടാവുക. എന്നാൽ കൂടിയും അങ്ങ് എല്ലാ കലങ്ങളിലേക്കും എത്തുക എന്നത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ എത്രത്തോളം ഭക്തിനിർഭരമായ കാത്തിരിപ്പിലാണ് പ്രവിത നിൽക്കുന്ന ആ ഇടത്തെ ഭക്തർ ഉള്ളത്? പ്രവിത. ഹാഷ്മി, ദിവസങ്ങൾ നീണ്ട വ്രതം നോറ്റ് ഈ പൊങ്കാല സമർപ്പണത്തിനായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊങ്കാല അടുപ്പിലേക്കെല്ലാം ഈ നൈവേദ്യം തീർത്ഥം തളിക്കുന്നതോടെയാണ് അത് നൈവേദ്യമായി ദേവിക്ക് സമർപ്പിക്കപ്പെടുന്നത്. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ഭക്തജനങ്ങളും. അവരെ സംബന്ധിച്ച് ഇതാണ് അവരുടെ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഈ നൈവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ഒരു തവണ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അടുത്ത തവണ വന്നില്ലെങ്കിൽ വിഷമമാണ്. അത്രയധികം എന്തോ ഒരു മാഗ്നറ്റിക് എനർജി ഇവിടേക്ക് അവരെ വലിച്ച് കൊണ്ടുവരികയാണെന്നാണ് പല ഭക്തരും എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും കൃത്യം 2:30 ആ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് നട തുറന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്നു. അതിനുശേഷമാണ് ഈ തീർത്ഥം തളിക്കൽ ചടങ്ങ് നടക്കുക. അതിന് ശേഷം വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും. അത് നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളൊപ്പം ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുമൊക്കെയാണ് പുഷ്പവൃഷ്ടി നടത്തുന്നത്. അതിനുശേഷമാകുമായി നൈവേദ്യം അത് ദേവിക്ക് സമർപ്പിച്ചു എന്നുള്ള സങ്കല്പത്തിലേക്ക് കടക്കുക. പിന്നെ ഇവിടെ നിന്ന് ഒരു ഒഴുക്കായിരിക്കും തിരുവനന്തപുരം നഗരത്തിലേക്ക്. ഇന്നലെയൊക്കെ തിരിച്ചായിരുന്നു ഒഴുക്ക്, ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കായിരുന്നെങ്കിൽ ഇനി തിരിച്ചാണ് ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് തിരുവനന്തപുരത്തെ നഗരത്തിലേക്ക്, അതായത് തമ്പാനൂരും നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉള്ള ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരും. കാരണം അവർക്ക് എത്രയും വേഗം വീടെത്തണം. അതിന് മുൻപായി തന്നെ നഗരസഭ ശുചീകരണം തുടങ്ങും, കോർപ്പറേഷൻ ശുചീകരണം തുടങ്ങും. കോർപ്പറേഷന്റെ ശുചീകരണം ഏറെ പ്രശംസ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിടിച്ചുപറ്റിയ ഒന്നാണ്. ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരത്തിൽ ഇത്തരം ഒരു പൊങ്കാല നടന്നതിന്റെ യാതൊരു ശേഷിപ്പും ഇല്ലാതെ എല്ലാം വൃത്തിയാക്കി പഴയപടി നഗരം തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് തന്നെ ഇത്തവണയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ കാത്തിരിപ്പിലാണ് ജനങ്ങൾ. ഈ നൈവേദ്യം എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് അവർ ഉച്ചഭക്ഷണത്തിനായൊക്കെ പോയിരുന്നു. പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് പോയി പ്രാർത്ഥിക്കാൻ മുൻപ് സാധിക്കാതിരുന്ന ഭക്തരൊക്കെ പ്രാർത്ഥിക്കാൻ പോയിരുന്നു. ഇപ്പോൾ അവർ ആ പ്രാർത്ഥനാ ചടങ്ങ് ദേവിയെ കണ്ട് തൊഴുതതിന് ശേഷം പലരും മടങ്ങി എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്, അവരെല്ലാം കാത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പൊങ്കാലയ്ക്ക് വേണ്ടി വരുന്നു. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത് എല്ലാ വർഷവും വരാറുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്നു. എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ദേവിക്ക് വേണ്ടിയിട്ടുണ്ട്? പായസം മാത്രമേ ഉള്ളൂ. എല്ലാ കൊല്ലം അങ്ങനെ മാത്രമേ ഉള്ളൂ, ഒരു പായസം ഇടാറുള്ളൂ. ഇപ്പം നൈവേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. അടുത്ത വർഷവും എന്താ പറയുക, ഈ സമയമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാത്തിരിപ്പാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തേക്കാളും കൂടുതലുള്ള ഒരു സന്തോഷത്തിലും വന്നു പോകാൻ അമ്മയെ കാണാനുള്ള ആഗ്രഹത്തിലൊക്കെ ഒരുപാട് ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പായിരിക്കും ഇത്. അതാണ്, ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇടാൻ തോന്നും അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഈ പുകയോ ചൂടോ അതൊന്നും ഒരു പ്രശ്നമല്ല? ആകെ ഈ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് നമ്മൾ. അതിൽ ഈ ചൂടോ ഈ പുകയോ ഒന്നും നമുക്കൊരു വിഷയമല്ല. മടങ്ങിപ്പോക്ക് ഇന്നിപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് ഇന്ന് പോവില്ല, ഇന്ന് ഇതും കൂടി കണ്ടിട്ടേ പോവുള്ളൂ. അതെല്ലാ പ്രശ്നവും അമ്മ വൈകിട്ട് ഇറങ്ങുന്നത് കണ്ട് നാളെ അമ്മ വരുന്നത് കണ്ടിട്ടേ പോവുള്ളൂ. അതെന്ത് വിഷയമുണ്ടല്ലോ അത് കണ്ടിട്ടേ പോവുള്ളൂ. അതാണ് വൈകിട്ട് 7:30 കുത്തിയോട്ടത്തിനുള്ള ചൂരൽക്കുത്തുണ്ട്. രാത്രി 11 മണിക്ക് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് തുടങ്ങും. തൃക്കടവൂർ ശിവരാജൻ എന്ന കൊമ്പനാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. കുത്തിയോട്ട ബാലന്മാർ എഴുന്നള്ളത്തിനെ അനുഗമിക്കും. എഴുന്നള്ളത്തിന് സായുധ പോലീസിന്റെ അകമ്പടിയും ഒപ്പം വാദ്യമേളവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ നാളെയാണ് ഉത്സവം സമാപിക്കുന്നത്. അങ്ങനെ 10 ദിവസം നീണ്ട പൊങ്കാല മഹോത്സവം അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു പരിസമാപ്തിയാവും. ഇന്ന് 9ാം ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല തന്നെയാണ്. നൈവേദ്യം അത് ദേവിക്ക് സമർപ്പിക്കാനായി കാത്തിരിക്കുകയാണ് ഹാഷ്മി ഇവിടുത്തെ ഓരോ ഭക്തജനങ്ങളും. ാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നാളെ 12:30 നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കുന്നു. അപ്പോൾ എന്താണ് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള, നേരത്തെ ഡൽഹിയിൽ നിന്ന് വന്ന ചേച്ചി പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്കുള്ള ഭക്തരുടെ കാത്തിരിപ്പാണ്. അട്ടക്കുളങ്ങരയിൽ നിന്നും ശ്രീനിത കൂടി ചേരുന്നു. ശ്രീനിത, അവിടെ നിവേദ്യത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പണ്ടാരടുപ്പിൽ അവിടെ പൂർണ്ണമാകുന്നു. എത്രത്തോളം അക്ഷമയോടും അതേസമയം തന്നെ ഭക്തി നിർഭരമായും കാത്തിരിക്കുകയാണ് ശ്രീനിത നിൽക്കുന്ന ആ സ്ഥലത്തെ ഭക്തർ? ശ്രീനിത, അവിടെ ക്ഷേത്ര പരിസരത്ത് നിവേദ്യം സമർപ്പിക്കുകയാണ്. സ്മിത ഹരിദാസ് ചേരുന്നുണ്ട്. സ്മിത, അപ്പോൾ ഭക്തർ ഏറെ നേരമായി കാത്തിരുന്ന ആ ചടങ്ങിന്, നിവേദ്യത്തിൻ്റെ ചടങ്ങിന് തുടക്കമാകുന്നു. ഇനി ആ നിവേദ്യം തങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അല്പസമയം മാത്രമെടുക്കുന്ന അക്ഷമ, കാത്തിരിപ്പ്, ഭക്തി. സ്മിത. അതെ ഹാഷ്മി, ഇപ്പം തീർത്ഥം തളിക്കുന്ന അവിടുന്ന് ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി എത്തി പുഷ്പങ്ങളും അർപ്പിച്ച് ഒരു ചെറിയ പൂജ ഇവിടെ നടക്കുന്നുണ്ട്. തീർത്ഥം തളിക്കുന്നു. അതാണ് ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ദേവിയുടെ മുന്നിൽ സന്നിധിയിൽ വന്നിട്ട് ആ തീർത്ഥം തളിക്കുന്നത് ഒരു ചെറിയ പൂജാ ചടങ്ങായിട്ട് നടക്കുന്നു. അതിനുശേഷമാണ് ഈ തീർത്ഥം കൊണ്ടുപോയിട്ട് എല്ലാ അടുപ്പുകളിലേക്കും പൊങ്കാല അടുപ്പിലേക്കും തളിക്കുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ കൃത്യമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പൂജാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണത്. ശരിക്കും ശ്രീകോവിലുള്ളതുപോലെയുള്ള പൂജ ചെയ്യുകയാണ്. ആ പൂജാ ചടങ്ങുകൾ അതിനുശേഷമാകും ഈ തീർത്ഥം തളിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുക. 350ഓളം പൂജാരിമാർ ഇതിനായിട്ട് സജ്ജരായി നിൽക്കുന്നുണ്ട്. ഈ പൂജ കഴിഞ്ഞ ഉടൻ തന്നെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. ആ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ്
മേൽശാന്തി മടങ്ങുകയാണ്. ഇനിയിപ്പോൾ ആ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തീർത്ഥം തളിക്കുന്നതിനുള്ള ആ ഒരു കാര്യക്രമങ്ങളിലേക്കാണ് കടക്കുക. ഇനി ക്ഷേത്രത്തിനകത്ത് നിന്ന് പൂജാരിമാർ പുറത്തേക്ക് എത്തും. ഉടൻ തന്നെ പൊങ്കാല അടുപ്പുകളിൽ തീർത്ഥജലം പകരുന്ന തീർത്ഥം തളിക്കുന്ന ചടങ്ങിലേക്ക് പോകും നമ്മളിപ്പോൾ തന്നെ. ഇവിടെ ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റി, ക്ഷേത്രം ഭാരവാഹി പ്രസിഡൻ്റുണ്ട്. അതോടൊപ്പം തന്നെ ചില ഉന്നത രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, നഗരസഭാ മേയറുണ്ട്. മേയറുടെ ഒരു സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ അത് മുഴുവൻ സമയവും എന്ന് പറഞ്ഞ പോലെ കാണുന്നതാണ്. കൃത്യമായി ഈ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം വഹിക്കാനും ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണവും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ ഒരു ഐക്യത്തോടു കൂടി ഈ പല രാഷ്ട്രീയ പാർട്ടികളും പല ആശയങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സമയമാകുമ്പോൾ വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് തന്നെ വന്ന് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മുൻപ് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആതിഥേയത്വം വഹിക്കുന്നു. ഇവിടെ വരുന്നവർക്കെല്ലാം, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ഭക്തരെത്തിയാലും അവർക്കെല്ലാം ആതിഥ്യം അരുളുക എന്നുള്ളതാണ് അവരുടെ ഒരു കർമ്മം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് അവരുടെ ഒരു വിശ്വാസമാണ്. അത് ഏകോദര സോദരരായിട്ട് തന്നെ, അത് ജാതി മത ഭേദമില്ലാതെ, രാഷ്ട്രീയ വർണ്ണ ഒരു തരത്തിലുള്ള ഭേദങ്ങളും ഇല്ലാതെ തന്നെ അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളും നമുക്ക് കാണാം. ഇപ്പോൾ ഈ ചടങ്ങ്, അടുത്ത ഈ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ പൊങ്കാല അടുപ്പുകളിൽ തീർത്ഥം തളിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള പൂജകളാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇവിടെ പൂർത്തിയായി കഴിഞ്ഞത്. ഇനി പൂജാരികൾ വരും. അവർ ഓരോ ഭാഗത്തേക്കും തീർത്ഥജലവുമായി പോകുന്ന ദൃശ്യങ്ങളായിരിക്കും ഇനി നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ഭക്തജനങ്ങൾ അനന്തപുരി ഒന്നാകെ, വലിയൊരു യാഗശാലയെ മാറി അനന്തപുരി ഒന്നാകെ ആ സുലഭ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൈമാറുന്ന ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് പകർന്നതോടെയാണ് ഇന്ന് രാവിലെ പൊങ്കാല സമർപ്പണം തുടങ്ങിയത്. അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറി വലിയ തിടപ്പള്ളിക്കും ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്ന് സഹമേൽശാന്തിയായിരുന്നു. പൊങ്കാല സമർപ്പണം അങ്ങനെ തുടങ്ങി. അതിനുശേഷം ഒരു വർഷത്തോളം നീണ്ട ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന് ഇപ്പോൾ അവിടെ നിവേദ്യം തളിച്ചു തുടങ്ങിയിരിക്കുന്നു. 2:30-2:00-ക്കാണ് പൊങ്കാല നിവേദ്യം തുടങ്ങിയത്. ചെറിയൊരു പൂജ അവിടെ ഉണ്ട്, നമ്മൾ കണ്ടതാണ്. ക്ഷേത്രത്തിൽ നിയോഗിച്ച ശാന്തിമാരാണിപ്പോൾ നിവേദ്യം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ വെറും ഒരു നിവേദ്യം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അത് വ്രതമൊക്കെ എടുത്ത് ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വന്ന ആ ഭക്തജനങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് ആ നിവേദ്യം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ശ്രീനിത കൂടി ചേരുന്നു. ശ്രീനിത, അട്ടക്കുളങ്ങരയിൽ നിൽക്കുന്നത് മനസ്സിലാക്കുന്നു. അപ്പോൾ നിവേദ്യം അങ്ങോട്ടേക്ക് എത്താനുള്ള കാത്തിരിപ്പിലാകും അവിടെയും ഭക്തരല്ലേ ശ്രീനിത? ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ അവിടെ ഇപ്പോൾ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം നഗരഹൃദയത്തിലുള്ള എല്ലാ റോഡുകളിലും നിരന്നിരിക്കുന്ന അമ്മമാർ സമർപ്പിച്ച പൊങ്കാല നിവേദ്യത്തിലേക്ക് പോച്ചിമാർ അല്ലെങ്കിൽ ശാന്തിമാർ പുണ്യാഹം തെളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ആത്മസമർപ്പണത്തിൻ്റെ അനുഭൂതിയിലാണ് നിൽക്കുന്നത്. അവർ കഠിന വ്രതമെടുത്ത് ഉണ്ടാക്കിയ പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് നിവേദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ആത്മസമർപ്പണത്തിൻ്റെ ഒരു മനസാന്നിധ്യത്തോടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പൂർണ്ണമായ സംതൃപ്തിയുണ്ട് എന്നാണ് എല്ലാ ഭക്തജനങ്ങളും പറയുന്നത്. ശാന്തി എല്ലായിടത്തും ഓടി ആ പൊങ്കാല കലങ്ങളിലേക്ക് പുണ്യാഹം തെളിക്കുകയാണ്. ഇങ്ങനെ തെളിക്കുമ്പോൾ ആറ്റുകാലമ്മ അവരുടെ പൊങ്കാല നിവേദ്യം സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് വിശ്വാസം. നമുക്കറിയാം, തിരുവനന്തപുരം ഹൃദയത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഇടവഴികളിലും ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി നിവേദ്യം സമർപ്പിച്ച് ആയിരങ്ങൾ ലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കെല്ലാം ഇതുപോലെ അമ്പലത്തിൽ നിന്നുള്ള പോറ്റിമാരും ശാന്തിമാരും എല്ലാം നിവേദ്യം സമർപ്പിക്കാൻ വേണ്ടി എത്തും. പൊങ്കാല പായസം, തെരളി, മണ്ടപ്പുറ്റ്, വെള്ളപ്പായസം, അങ്ങനെ പല നിവേദ്യങ്ങളുണ്ട്. അതെല്ലാം ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തജനങ്ങൾ. എല്ലാവരും പുണ്യാഹം തെളിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ അമ്മയ്ക്കായി സമർപ്പിച്ച എല്ലാ പായസവും എല്ലാ നിവേദ്യങ്ങളും അമ്മ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവുക. തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ആറ്റുകാലമ്മ ഇല്ലാതാക്കി തരും. തങ്ങൾക്ക് ഈ നിറഞ്ഞു തൂവി നിൽക്കുന്ന ആറ്റുകാലമ്മയ്ക്കുള്ള ഈ പൊങ്കാലക്കലങ്ങൾ സാക്ഷിയാക്കുന്നത് വരാനിരിക്കുന്ന ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് വിശ്വാസം. നിറഞ്ഞു തൂവിയ ആറ്റുകാലമ്മയ്ക്കുള്ള പൊങ്കാലക്കലങ്ങൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഇവർ കണക്കാക്കുന്നു. ഇപ്പോൾ ഒരു വർഷം നീണ്ട കഠിനമായ വ്രതത്തിനൊടുവിലാണ് ഇവർ ഈ പൊങ്കാല അമ്മയ്ക്ക് നിവേദിക്കുന്നതിനുള്ള ഈ നിമിഷത്തിന് വേണ്ടി ഒരു
1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു നിമിഷം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ നഗരത്തിൽ അട്ടക്കുളങ്ങര ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇത്ര തിരക്കാണെങ്കിൽ നമുക്കറിയാം 10 കിലോമീറ്ററിലധികം ഇതുപോലെ നല്ല തിരക്കുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആറ്റുകാലമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി 10-15 കിലോമീറ്ററിലധികമുള്ള ഭക്തജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയിൽ ഇനി അവർക്ക് മടങ്ങാം. റോഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും KSRTC ബസ്സുകളൊക്കെ സജ്ജരായി നിൽക്കുകയാണ്. ഇനി പല ദേശങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്നൊക്കെ വന്ന മനുഷ്യന്മാരുണ്ട്. പല ജില്ലകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. വിദേശ വനിതകളെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ കടലും കരയും കടന്നു വന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി തിരിച്ചു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കണം. നമ്മളിപ്പോൾ ഈ നിവേദ്യം സമർപ്പിച്ച ഈ നിമിഷം തന്നെ എല്ലാ KSRTCകളും വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ദക്ഷിണ റെയിൽവേ കൂടുതൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹരിത പൊങ്കാലയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഭക്തജനങ്ങളെല്ലാം കൃത്യമായി സഹകരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പൊങ്കാല ഇത്തവണത്തെ ഈ വർഷത്തെ പൊങ്കാലയുടെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ നഗരം വൃത്തിയാക്കാനുള്ള ആ നീക്കത്തിലേക്ക് നഗരസഭയും മറ്റധികൃതരും എല്ലാം കടക്കും. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ പൊങ്കാലക്കലങ്ങളിലേക്കും നിവേദ്യം ദേവി സ്വീകരിക്കുന്ന ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശാന്തി എല്ലാ പൊങ്കാലക്കലങ്ങളിലേക്കും പുണ്യാഹം തെളിക്കുന്നു. ആറ്റുകാലമ്മ, സർവ്വസ്വരൂപിയായ ആറ്റുകാലമ്മ, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിക്കുന്നു എന്നുള്ള ഒരാത്മ സംതൃപ്തിയുടെ മുഖമാണ് എല്ലാ സ്ത്രീജനങ്ങളുടെയും മുഖത്തുള്ളത്. ബാലികമാർ ഉൾപ്പെടെ, ബാലികമാർ മുതൽ മുത്തശ്ശിമാർ വരെ പല പ്രായപരിധിയിലുള്ള ആളുകളും ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിലധികം ആളുകളായിരുന്നെങ്കിൽ ഇത്തവണ 7-8 ലക്ഷത്തോടടുത്ത് സ്ത്രീകൾ, ഭക്തജനങ്ങൾ പൊങ്കാല ഇട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ വരുന്നത്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, ഒന്നും തളർത്തുന്നില്ല. ഈ ഒരു നിമിഷത്തിൽ ആറ്റുകാലമ്മയിലേക്ക് തങ്ങൾ മനസ്സും ശരീരവും സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും സംതൃപ്തിയോടെ നിൽക്കുന്നത്. ഹാഷ്മി.